നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ടി രമേശിനെ കുറ്റവിമുക്തനാക്കി ബി.ജെ.പി. നേതാക്കളുടെ വാർത്താ സമ്മേളനം. ക്രിമിനൽ കുറ്റം ചെയ്തതുകൊണ്ടാണ് RS വിനോദിനെ പുറത്താക്കിയതെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. ടി രമേശ് വിശ്വാസ്യതയുള്ള നേതാവാണ്. ആരോപണ വിധേയരെ പുറത്താക്കി പാർട്ടി മാതൃക കാണിച്ചുവെന്നും PS ശ്രീധരൻപിള്ള പറഞ്ഞു. മെഡിക്കൽ കോഴ വിവാദത്തിൽ അന്വേഷണം നടത്തിയ പാർട്ടി അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുന്നതായിരുന്നു യോഗശേഷമുള്ള നേതാക്കളുടെ പ്രതികരണം. ക്രിമിനൽ കുറ്റം ചുമത്തിയതുകൊണ്ടാണ് RS വിനോദിനെ പുറത്താക്കിയതെന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞു. ഒരു നിലയ്ക്ക് ന്യായീകരിക്കത്തക്കതല്ല. കടുത്ത ക്രിമിനലാണ്, അധാർമികമാണ്, നിയമവിരുദ്ധമാണ്. അതിന് നിയമം അനുശാസിക്കുന്ന നടപടികളിലൂടെ തന്നെ ആ കുറ്റം ചെയ്ത ആള് വ്യവസ്ഥാപിതമായി അതിന് ശിക്ഷ ഏറ്റുവാങ്ങണമെന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായം. RS വിനോദിന് മാത്രമാണ് സംഭവത്തിൽ പങ്കുള്ളതെന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട്. ടി രമേശ് വിശ്വാസ്യതയുള്ള നേതാവാണ്. രമേശിനെതിരെ വരുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും ശ്രീധരൻപിള്ള കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തിന്റെ ഒരു ഉന്നതനായ നേതാവിനെ സംബന്ധിച്ചിടത്തോളം സംശുദ്ധമായ പൊതുജീവിതത്തിന്റെ ഉടമയായ, ജീവിതത്തിലുടനീളം ഉച്ഛ്വാസവായുവിൽ ഉൾപ്പെടെ നന്മയുടെ പ്രതീകമായി നിൽക്കുന്ന, ഒരു കാപട്യവും കാണിക്കാത്ത ഒരാളിനെ ഒക്കെ ഇന്നത്തെ പ്രചരണ സംവിധാനം അങ്ങനെയാണ്. ഒരാൾ പറഞ്ഞാൽ മറ്റാൾക്കാർ പറയും, അത് സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ എല്ലാ തലത്തിലെ ആൾക്കാരും അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഉന്നതനായ ഒരാളുടെ പേര് തെറ്റായി പ്രചരിക്കാൻ ഇടയായതിൽ ഞങ്ങൾക്കെല്ലാം ദുഃഖമേ ഉള്ളൂ. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. ഏത് അന്വേഷണം നേരിടാനും BJP തയ്യാറാണ്. കോഴ ആരോപണവും റിപ്പോർട്ട് ചോർന്ന സംഭവവും കേന്ദ്ര നേതൃത്വം അന്വേഷിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഏത് അന്വേഷണം നടത്തിയാലും ആ അന്വേഷണമായിട്ട് സഹകരിക്കാൻ BJP തയ്യാറാണ്. ഇപ്പോഴുള്ള നടപടിക്രമത്തിൻ്റെ സാങ്കേതിക വശമോ അതിലുണ്ടായിട്ടുള്ള വിഡ്ഢിത്തരങ്ങളോ ഒന്നും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പറയും BJP-ക്കാരെ എതിർക്കുകയല്ല. ഞങ്ങൾ അതിനോട് എന്ത് അന്വേഷണത്തോടും സഹകരിക്കാൻ തയ്യാറാണ്. നേതാക്കളുടെ പേരിലുള്ള വിവാദങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും മാധ്യമങ്ങൾ ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ പാലിക്കണമെന്നും നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. പൂർണ്ണമായും ടി രമേശിനെ കുറ്റവിമുക്തനാക്കിയായിരുന്നു നേതാക്കളുടെ വാർത്താ സമ്മേളനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. PS ശ്രീധരൻപിള്ള, KT കുഞ്ഞിക്കണ്ണൻ CPIM നേതാവ്, K കുഞ്ഞിക്കണ്ണൻ BJP അനുഭാവി, ജന്മഭൂമി മാധ്യമപ്രതിനിധി എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ തിരുവനന്തപുരം കോഴിക്കോട് സ്റ്റുഡിയോയിലുള്ളത്. ആദ്യം ശ്രീ PS ശ്രീധരൻപിള്ള, ഇതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ഒഫൻസ്, വ്യക്തിനിഷ്ഠമായ കുറ്റം എന്നാണ് താങ്കൾ രാവിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. നോക്കൂ, ഇതിൽ കുമ്മനം രാജശേഖരൻ്റെ PRO ആണ് പണം കൈപ്പറ്റിയ സതീഷ് നായർ, സഹായിച്ചത് കണ്ണപ്പദാസ്, അയാളൊരു MP-യുടെ PA ആണ്. BJP-യുടെ അനുഗ്രഹാശിസുകൾ, സംസ്ഥാനത്തെയും BJP-യുടെയും നേതാക്കളുടെ ഓരം പറ്റി ജീവിക്കുന്ന കുറേ ആളുകൾ ചേർന്ന് നടത്തിയ അഴിമതി എന്ന് പറയുമ്പോൾ BJP എന്ന സംഘടനാ സംവിധാനത്തിൻ്റെ മറവിൽ നടന്ന അഴിമതിയല്ലേ ഇത്? നികേഷ്, നമ്മുടെ രാജ്യത്ത് ഈ അഴിമതി എന്നൊക്കെ പറയുമ്പോൾ അഴിമതി ഇപ്പോഴത്തെ സർക്കാരിൻ്റെ അന്വേഷണത്തെ ഒന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. ഇപ്പം അഴിമതി വിരുദ്ധ വകുപ്പ് അനുസരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്, സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. ഞാനതിനെ അഭിഭാഷകം എന്നല്ല മാറ്റിവെക്കുന്നു. കാരണം അങ്ങനെ പറഞ്ഞാൽ അതിനെ ചിലപ്പം അതിൻ്റെ നിലനിൽപ്പ് ശരിയല്ല എന്ന് പറയേണ്ടി വരും. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഏത് അന്വേഷണത്തെ നേരിടാൻ BJP തയ്യാറാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരാൾ കുറേ പണം ഇന്ന കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയ ശേഷം അയാളത് വാക്ക് പാലിക്കാനായിട്ട് സാധിക്കുന്നില്ല. അയാൾ ഡൽഹിയിൽ ആരെയും ഒരു ഉദ്യോഗസ്ഥനും കൊടുത്തിട്ടില്ല, മന്ത്രിമാർക്ക് കൊടുത്തിട്ടില്ല, BJP ലീഡർഷിപ്പിന് കൊടുത്തിട്ടില്ല. ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതിന് ക്രിമിനൽ കുറ്റത്തിൽ വഞ്ചനാക്കുറ്റം, എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ വഞ്ചനാക്കുറ്റം 420 ചീറ്റിംഗ് ആണ്. ആ നിലക്കൊക്കെ പോകണം. ഇനി അഴിമതി നിൽക്കട്ടെ. ഇതെങ്ങനെ BJP ഉത്തരവാദിയാകും? അതറിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ, അതിനെ സംബന്ധിച്ച് അറിയാൻ പാർട്ടിക്ക് അറിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. താങ്കൾ പറഞ്ഞ മറ്റ് 3 പേരുകളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു PA ആണത്, അദ്ദേഹം എൻ്റെ അകത്തിൽ എന്തോ ഇടപെട്ടു എന്ന് പറയുന്നു. ഇതൊക്കെ BJP-യോട് ബന്ധപ്പെട്ട ആളുകളല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ട നടപടികൾ അവർ ചെയ്യും. പിന്നെ ഈ ഡൽഹിയിലുണ്ടെന്ന് പറഞ്ഞ സതീഷ് നായരൊന്നും ഞാനിതുവരെ അറിയില്ല. അപ്പോൾ അറിയാത്ത ഒരാൾ, ഇത്തരം ആളുകൾ അധികാരത്തിൽ വരുന്ന പാർട്ടിയുടെ ഓരം പറ്റി അതിനെ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ആ നിയമത്തിൽ നടപടിയെടുക്കട്ടെ, അതുമായിട്ട് BJP സഹകരിക്കാം. അതിന് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണ് ഞാൻ നികേഷിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നികേഷ്, നമ്മൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി CPM-ൽ ഒരു തെറ്റ് ചെയ്തു, ഒരു സ്ത്രീ വിഷയം. അന്നത്തെ അയാളുടെ പേര് നടപടിയെടുത്തു, ഇപ്പോൾ അയാളെ തിരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതിന് നമുക്ക് പറയാൻ പറ്റുമോ അത് CPM-കാരെല്ലാവരും രാവിലെ എല്ലാവരും സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറാൻ എടുത്ത പോളിസിക്കാരാണ് എന്ന് പറയാൻ പറ്റുമോ?
അപ്പം നടപടിയെടുക്കുന്നു. അതാണ് ഈ കേരളത്തിൽ ചെയ്തത്. ആത്മാർത്ഥ കൊണ്ട് ചെയ്തതാണ് BJP, അല്ലാതെ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയല്ല. പക്ഷേ പി എസ് ശ്രീധരൻപിള്ള, ഈ രാകേഷ് ശിവരാമൻ്റെ കാര്യത്തിലായാലും സതീഷ് നായരുടെ കാര്യത്തിലായാലും കണ്ണദാസിൻ്റെ കാര്യത്തിലായാലും റിച്ചാർഡ് ഹേയുടെ MP-യുടെ PA ആയ കണ്ണദാസിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെയും ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ BJP-യുടെ ആളുകളാണ് ഇവർ എന്ന്. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഇവർ BJP-യുടെ നേതാക്കളുമായിട്ടുള്ള ബന്ധം വിശദീകരിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ താങ്കൾ ഇപ്പോൾ മറുപടി പറയാൻ തയ്യാറല്ല എന്ന് താങ്കൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. നോക്കൂ, ഇതിനകത്ത് പോട്ടെ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ ആർക്കൊക്കെ എതിരെ നടപടിയെടുക്കണം എന്നാണോ കോർ കമ്മിറ്റി യോഗം ആലോചിച്ചത്, അതോ അന്വേഷണ റിപ്പോർട്ട് എങ്ങനെ ചോർന്നു എന്നാണോ കോർ കമ്മിറ്റി യോഗം ആലോചിച്ചത്? സമഗ്രമായി കോർ കമ്മിറ്റി റിപ്പോർട്ട് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി, ജില്ലാ പ്രസിഡന്റുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാർ തുടങ്ങിയുള്ള ആളുകളെല്ലാവരും വന്നു. അപ്പോൾ അതിൽ ചർച്ചയിൽ ഇത് ഞങ്ങളുടെ ഒരു നേതാവിനെ, ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വെറുതെ പെടുത്തിക്കൊണ്ടുള്ള ആക്ഷേപങ്ങൾ, ഇതെല്ലാം ഉന്നയിക്കുന്ന ആളുകളൊക്കെ, ഞാൻ ചോദിക്കട്ടെ, ക്രിമിനൽ കേസിൽ കുറ്റം ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രിമിനൽ മൈൻഡ് അതിൽ കാണും. അതിന് പാർട്ടിയെ എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റും? പാർട്ടി നടപടിയെടുത്താൽ അതുകൊണ്ടല്ലേ. പാർട്ടി, ഞാൻ ചോദിക്കട്ടെ, മറ്റു പാർട്ടികൾ ആരാ നടപടിയെടുക്കാറുള്ളത്? ഏത് പാർട്ടിയാണ്? ഇപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം എത്ര റിപ്പോർട്ട് വന്നിട്ടുണ്ട്? ഇന്ത്യയിലെ രാഷ്ട്രീയ ചരിത്രം ഞാനവിടെ പറഞ്ഞു. ശ്രീധരൻപിള്ള, താങ്കൾ BJP-യുടെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്, താങ്കൾ പ്രഗത്ഭനായ നിയമജ്ഞനാണ്. ഒരു ചോദ്യം വരുമ്പോൾ എങ്ങനെയാണ് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടത് എന്നെ സംബന്ധിച്ച് താങ്കൾക്ക് വ്യക്തമായും കൃത്യമായും അറിയാം. അതൊക്കെ അറിയാവുന്ന ആളാണ് ഞാനും ഈ കാണുന്ന പ്രേക്ഷകരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആ ചോദ്യം ചോദിച്ചോളട്ടെ. നടപടി ഉണ്ടാകുന്നു എന്നുള്ളത് കോർ കമ്മിറ്റി യോഗത്തിന് മുമ്പാണ് സംഭവിച്ചിട്ടുള്ളത്. കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ഈ നേരത്തെ പറഞ്ഞ ഒരാൾക്കെതിരെയും നടപടി കണ്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, താങ്കളുടെ വാർത്താ സമ്മേളനത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ എൻ്റെ സംശയം ഉയരുന്നത്, നിങ്ങൾ ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പഠിച്ച് അതിൽ ആർക്കെതിരെ നടപടി എടുക്കണം, ആർക്കെതിരെ നടപടി എടുക്കണ്ട എന്നാണോ ആലോചിച്ചത്, അതോ ഈ ചോർച്ച സംബന്ധിച്ചുള്ള മാത്രം അന്വേഷണമാണോ നടത്തിയത്, പരിശോധന മാത്രമാണോ ഇന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ നടത്തിയത്? നികേഷ് ഇതെല്ലാം പഠിച്ച ഒരാളാണ്. ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ഒരു കുറ്റത്തെ സംബന്ധിച്ച് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കേരളത്തിലെ LDF സംവിധാനം, ആ സംവിധാനം അതിൽ വിജിലൻസ് എൻക്വയറിക്ക് വേണ്ടി ഓർഡർ ഇട്ടു. വിജിലൻസ് എൻക്വയറി വിജിലൻസ് എൻക്വയറി സാങ്കേതികമായി നിൽക്കുമോ? എനിക്ക് എൻ്റെതായ അഭിപ്രായമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അത് വന്ന അവസരത്തിൽ നികേഷ് അതിനോട് സഹകരിക്കാം. അവർ പറയട്ടെ ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ എന്തെങ്കിലും വിദൂര ബന്ധങ്ങളുണ്ടെങ്കിൽ അവരെ വെച്ചു പൊറുപ്പിക്കില്ല. ഈ കാഴ്ചപ്പാടാ BJP. ഇവിടെ നിന്ന് RS വിനോദ് എന്നയാൾ ഹവാല വഴി പണം അയച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് BJP-യുടെ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. ആ അന്വേഷണ കമ്മീഷനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് RS വിനോദ് പറഞ്ഞത്, ഇതെന്റെ തൊഴിലിന്റെ ഭാഗമാണ്, കൺസൾട്ടൻസിയാണ് ഞാൻ നടത്തുന്ന തൊഴിൽ. ഇവിടെ നിന്ന് ഞാൻ 5,60,00,000 രൂപ വർക്കലയിൽ നിന്ന് വാങ്ങി പെരുമ്പാവൂർ വഴി പെരുമ്പാവൂരിലെ ഒരു മുസ്ലിം ഹവാലക്കാരനുമായി ചേർന്ന് ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് അയാൾ കമ്മീഷന് മുമ്പാകെ പറയുകയാണ്. കമ്മീഷൻ അത് അത്ഭുതത്തോടെ കേൾക്കുകയാണ്. സതീഷ് നായർ എന്ന് പറയുന്ന നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ PRO ആയ ആൾ ദില്ലിയിൽ അത് കൈപ്പറ്റിയെന്നും താനത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു എന്നും പറയുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നു, ബാക്കി പൈസ കിട്ടാത്തത് കൊണ്ടാണ് കാര്യം നടക്കാതിരുന്നത്, എൻ്റെ പോക്കറ്റിൽ നിന്ന് 1 കോടി രൂപ പോയി, അതെനിക്ക് നഷ്ടമായി ഭവിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് ഈ പറയുന്ന RS വിനോദിനെ കോർ കമ്മിറ്റി യോഗത്തിന് മുമ്പ് മാത്രം പുറത്താക്കുന്നു. കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ഈ പറയുന്ന സതീഷ് നായർ അടക്കമുള്ള, കണ്ണദാസ് അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടിയില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിക്കുന്നത്, ഈ കോർ കമ്മിറ്റി യോഗം ചർച്ച ചെയ്തത് ഈ അന്വേഷണ കമ്മീഷനോ അതിലെ കുറ്റക്കാരെ കുറിച്ചോ കണ്ടെത്തുന്നതിനെ കുറിച്ചോ ആണോ, അതോ വെറും ഈ ചോർച്ച മാത്രമാണോ ചർച്ച ചെയ്തത് എന്ന്? നികേഷ്, ഈ ഹവാല ഇടപാടുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലൈൻറ്റ് ഒന്നുകിൽ വരണം, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തുന്ന കേരള പോലീസ് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അയക്കണം. അയച്ചാൽ ആ നിമിഷം പ്രഥമ ദൃഷ്ട്യ അവർക്കതിന് കിട്ടിയാൽ ആ നിമിഷം കേന്ദ്രത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് നടപടി സ്വീകരിക്കും. ഇല്ലെങ്കിൽ കേരള BJP മുൻകൈ എടുത്ത് ഫസ്റ്റ് പ്രിഫറൻസ് ഞങ്ങൾ ചെയ്യും.
പക്ഷെ ഒരു പാർട്ടിയിൽപ്പെട്ട ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം പേരിൽ പാർട്ടിയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരു ഏർപ്പാട് കേരളത്തിൽ നടക്കുന്നു. മറ്റൊരു പാർട്ടിക്കും ഇതില്ലേ? ജവഹർലാൽ നെഹ്റു എങ്ങനെയാ താങ്കൾക്ക് എട്ടരയ്ക്ക് പോകേണ്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് താങ്കളോട് മാത്രം ചോദ്യം ചോദിച്ച് ഒഴിവാക്കുന്നത്. ജവഹർലാൽ നെഹ്റു അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തായാലും ഇപ്പോൾ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സാങ്കത്യം അന്വേഷിച്ചിട്ടില്ല, അതിൽ ആരൊക്കെ പങ്കാളികളായി എന്നുള്ള കാര്യം അന്വേഷിച്ചിട്ടില്ല. അന്വേഷിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് വിലയിരുത്തി നടപടിയെടുക്കണം എന്നുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ഇതിൽ RS വിനോദ് മാത്രമേ ഉള്ളൂ കുറ്റക്കാരൻ എന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോർ കമ്മിറ്റി കണ്ടെത്തി. അതുകൊണ്ടാണ് ഞങ്ങൾ RS വിനോദിൽ മാത്രം അന്വേഷണം അല്ലെങ്കിൽ നടപടിയെടുത്ത് അവസാനിപ്പിച്ചത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? നികേഷ്, ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റാളുകൾ ആരും BJPയുടെ ഒരാള് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു PA കാര്യം പറഞ്ഞു. PA എന്ന് പറഞ്ഞത് MP എന്ന് പറഞ്ഞത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഗവൺമെന്റ് തലത്തിലാണ് നടപടി എടുക്കേണ്ടത്. അദ്ദേഹം ഡെപ്യൂട്ടേഷൻ വന്ന ആളാണ്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം MP അടുത്തുനിന്ന് ഒഴിവാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒഴിവാക്കുമെന്നാണോ? റിച്ചാർഡ് ഹേ MP കണ്ണദാസ് എന്ന ആളെ ഒഴിവാക്കുമെന്നാണോ പറയുന്നത്? ഇവരൊക്കെ ഇന്നത്തെ റിച്ചാർഡ് ഹേ MPയുടെ PA ആയിരുന്ന കണ്ണദാസിനെ ഒഴിവാക്കുമെന്നാണോ ശ്രീ പി എസ് ശ്രീധരൻപിള്ള താങ്കൾ പറയുന്നത്? എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ ഒരു കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം, സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി എസ് ശ്രീധരൻപിള്ള എങ്ങനെയാണ് തോന്നുക? എന്താ നികേഷ്, എനിക്ക് മനസ്സിലായില്ല. ഒരു കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം, സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച ശ്രീ പി എസ് ശ്രീധരൻപിള്ള, താങ്കൾക്ക് മുഴുവൻ ബ്രീഫിംഗും ഉണ്ടാവും ആ യോഗത്തിന്റെ. അപ്പോഴാണ് കണ്ണദാസിനെ പുറത്താക്കുകയാണോ അതോ കണ്ണദാസിനെ നിലനിർത്തുകയാണോ എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. അവിടെ ഒരു തോന്നലോ അല്ലെങ്കിൽ അങ്ങനെയില്ലല്ലോ, സ്വപ്നമോ തോന്നലോ ഒക്കെ നമുക്ക് പുറത്തു നിൽക്കുന്ന ആളുകൾക്കാണ്. താങ്കളെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാകാൻ പാടില്ല. ഇനി ഈ സതീഷ് നായർ എങ്ങനെയാണ് കുമ്മനം രാജശേഖരൻ എന്ന BJP സംസ്ഥാന പ്രസിഡന്റിന്റെ PRO ആയത്? ഗവൺമെന്റിന് ഡെപ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ആ എംപിക്ക് അദ്ദേഹത്തെ പുറത്താക്കാം. MP അയാളെ പുറത്താക്കാം. എനിക്ക് ഇങ്ങനെ ഒരു PA വേണ്ടെന്ന് തീരുമാനിക്കാം. സ്റ്റാഫായിട്ട് വന്നാൽ അവരെ തിരിച്ചയക്കേണ്ട ഗവൺമെന്റ് അല്ലേ ചെയ്യേണ്ടത്? അല്ലല്ലല്ല, ഒരു PA ആയി MP ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ എടുക്കുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണം വന്നാൽ ആ സർക്കാർ ഉദ്യോഗസ്ഥനെ എനിക്ക് വേണ്ട. ആ ഡെപ്യൂട്ടേഷൻ അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. അയാൾക്ക് BJP ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധം അവസാനിപ്പിക്കുന്നു. ഇനി ക്രിമിനൽ നടപടികളിലേക്കാണ് കൊടുക്കണമെങ്കിൽ പാർട്ടി തന്നെ കൊടുക്കണം. ഒരിക്കലും പാർട്ടിക്ക് ഇത് ക്രിമിനൽ കേസ് കൊടുക്കേണ്ടവരല്ല, ഓൾറെഡി എടുത്തു. അത് സഹകരിക്കാൻ തയ്യാറാണ്. റിച്ചാർഡ് ഹേ MPയുടെ PA ഒഴിവാക്കാൻ BJP തീരുമാനമുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കുമ്മനം രാജശേഖരൻ എന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ PA ആയി എങ്ങനെ സതീഷ് നായർ നിയമിതനായി എന്ന് നിങ്ങൾ കോർ കമ്മിറ്റി സംസ്ഥാന സമിതി പഠിക്കുകയോ വിലയിരുത്തുകയോ ചെയ്തിട്ടുണ്ടോ? താങ്കൾ ചോദിച്ച രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ റിച്ചാർഡ് ഹേ എന്ന് പറഞ്ഞ ആളിൻ്റെ MP ഗവൺമെൻറ് സർവൻ്റാണ്. അത് MPയുടെ ശ്രദ്ധയിൽ ഇങ്ങനൊരു ഒരു കാര്യത്തിൽ അദ്ദേഹം ഉൾപ്പെട്ട പറയുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അറിയിക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ താങ്കളുടെ ചോദ്യം, സതീഷ് നായർ അദ്ദേഹത്തിൻ്റെ PA അല്ല. അങ്ങനെ ഒരാൾ, അയാളൊരു ഈ പറഞ്ഞ പോലെ വിനോദിനെ പോലെ ക്രിമിനൽ മൈൻഡുള്ള ആളുകളാണ് എന്നുള്ള തോന്നലാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ BJP അംഗമാണെങ്കിൽ നടപടിയെടുക്കും. അംഗമാണെന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടില്ല. അത് വേണമെങ്കിൽ അന്വേഷിക്കും. അതിന് കേന്ദ്രത്തിൽ, ലോകസഭയിൽ, രാജ്യസഭയിൽ ചർച്ചയ്ക്ക് വന്ന വിഷയമെന്ന നിലയിൽ കേന്ദ്ര നേതൃത്വമാണ് ചെയ്യേണ്ടത്. ഞങ്ങളുടെ പാർട്ടിയുടെ ഇന്നത്തെ ചർച്ചകൾ അയച്ചു കൊടുക്കും. അതിനപ്പുറത്ത് ഇതിനെ ഒരു വലിയ ഹിമാലയം പ്രശ്നമാക്കിയിട്ട് അവതരിപ്പിക്കുന്ന ശരി, ഇത് ഇൻഡിവിജ്വലിസ്റ്റിക് ഒരു ക്രിമിനൽ ഒഫൻസാണ്. ആ ഒഫൻസിൽ നിയമത്തിന്റെ വഴിക്ക് പോകും. അതിൽ പൂർണ്ണമായും BJP സഹകരിക്കാൻ തയ്യാറാണ്. അടുത്ത ചോദ്യം, ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ഈ ശ്രീശൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം തന്നെയാണോ ഇപ്പോ വിനോദിനെതിരെ നടപടി എടുത്തിട്ടുള്ളത്? മാധ്യമങ്ങളുടെ എല്ലാം കയ്യിൽ ഈ ശ്രീശൻ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യം ശ്രീ പി എസ് ശ്രീധരൻപിള്ള താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ.
ഇതിനകം തന്നെ അത് മാധ്യമങ്ങളിലെല്ലാം വരികയും ചെയ്തിരിക്കുന്നു. ഈ റിപ്പോർട്ട് തന്നെയാണോ യഥാർത്ഥത്തിൽ ശ്രീശൻ കമ്മീഷൻ റിപ്പോർട്ട്? അല്ല, ശ്രീശൻ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് വന്ന സാധനങ്ങളെ സംബന്ധിച്ച് ഇനിയും അതിൻ്റെ വിശദാംശങ്ങൾ പല മേഖലയും തേടേണ്ടതായിട്ടുണ്ട്. അതിൽ ഏതായാലും മാധ്യമങ്ങൾ പറഞ്ഞ അവസരത്തിൽ തന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ, കാരണം വാസ്തവത്തിൽ മാധ്യമങ്ങൾ പറഞ്ഞത് നന്നായി, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ അല്ലെ ഞങ്ങളുടെ കോർ കമ്മിറ്റിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഈ മാധ്യമങ്ങളിൽ കഴിഞ്ഞ 3 ദിവസമായി മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ വരുന്നത്, ടെലിവിഷൻ ചാനലുകളിൽ വരുന്നത് ശ്രീശൻ കമ്മീഷൻ റിപ്പോർട്ടാണ്. ശ്രീശനും നാസറും ചേർന്നുള്ള കമ്മീഷൻ റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ വായിച്ചിട്ടുള്ളയാളാണ് ശ്രീ പി എസ് ശ്രീധരൻപിള്ള. കോർ കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെയും. അത് തന്നെയാണോ യഥാർത്ഥത്തിൽ ശ്രീശൻ കമ്മീഷൻ റിപ്പോർട്ട്? അല്ല, മീഡിയകൾ വെറുതെ അപ്പടി വെട്ടി വിഴുങ്ങാൻ സാധിക്കില്ല. കാരണം അതില് മീഡിയയിൽ വരുന്ന ഇൻഫർമേഷൻസ് തെറ്റാണെങ്കിൽ ശ്രീശൻ കമ്മീഷൻ റിപ്പോർട്ടുമായി അതിന് കുലബന്ധം പോലും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിൽ അതിന് ബന്ധമില്ല എങ്കിൽ അത് പറഞ്ഞുകൂടെ? ഇങ്ങനെ നിങ്ങളുടെ മാധ്യമത്തിൽ, നിങ്ങളുടെ ടെലിവിഷൻ ചാനലിൽ വരുന്ന ആ വാർത്തയും യഥാർത്ഥത്തിലെ ശ്രീശൻ കമ്മീഷൻ റിപ്പോർട്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നികേഷ് എന്ന് പറഞ്ഞാൽ മതി. എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മീഡിയകൾ ചില പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തു, അത് ഞങ്ങൾക്ക് വഴികാട്ടിയായി. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു. റിപ്പോർട്ട് ഔപചാരികമായിട്ട് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ശ്രീശൻ കമ്മീഷൻ റിപ്പോർട്ട് തന്നെയാണ് മാധ്യമങ്ങളിൽ ഉള്ളത് എന്ന് ശ്രീ പി എസ് ശ്രീധരൻപിള്ള താങ്കൾ സമ്മതിക്കുകയാണ്. താങ്കൾ സമ്മതിക്കുന്നത് ശ്രീശൻ കമ്മീഷൻ റിപ്പോർട്ടാണ് മാധ്യമങ്ങളിൽ ഉള്ളത് എന്നാണ്. നോക്കൂ, ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പാലക്കാട് ചെർപ്പുളശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 5 കോടി രൂപ വാങ്ങി എന്ന് ഈ റിപ്പോർട്ടിൽ ഒരു മൊഴിയിൽ പറയുന്നുണ്ട്. ശരിയാണ്. ആ കാര്യം സംബന്ധിച്ച് ശ്രീശൻ കമ്മീഷൻ റിപ്പോർട്ട് പഠനം നടത്തിയിട്ടില്ല, അന്വേഷിച്ചിട്ടില്ല. പക്ഷെ ഒരു മൊഴിയുണ്ട്. നോക്കൂ, ബി.ജെ.പിയുടെ മറ്റൊരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് മെഡിക്കൽ കോളേജുകൾക്ക് MCI അനുവാദം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയാണ് നടക്കുന്നത്. ഇതേക്കുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഒന്നും മിണ്ടുന്നില്ല എന്ന്. അതായത് ശ്രീശൻ കമ്മീഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന അഴിമതികൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ്. അത് ശരിയാണ്. വർക്കലയിലെ ഒരു കോളേജുമായി ബന്ധപ്പെട്ടാണ് ആ അന്വേഷണം നടന്നത്. ആ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഒരു മൊഴി വരുന്നു, വളരെ പ്രധാനപ്പെട്ട മൊഴിയാണത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എം.ടി. രമേശിന് 5 കോടി രൂപ കൊടുത്തതുകൊണ്ട് അവിടെ ചെർപ്പുളശ്ശേരി മെഡിക്കൽ കോളേജിന് അനുവാദം കിട്ടി എന്ന്. അത് കിട്ടിയപ്പോൾ ശ്രീശൻ കമ്മീഷൻ എം.ടി. രമേശ് എന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ പറയുന്ന സതീഷ് നായർ ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജിനൊക്കെ അനുവാദം വാങ്ങി, MCIയിൽ നിന്ന് അനുവാദം വാങ്ങിക്കൊടുക്കാൻ പ്രാപ്തനായ ആളാണോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി എം.ടി. രമേശിനെ ടെലിഫോൺ വിളിച്ച് ചോദിക്കുകയാണ്. രമേശിൻ്റെതായ മറുപടി പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടാവുമ്പോൾ അതിൽ അങ്ങനെ ഒരു മൊഴി വരുമ്പോൾ ശ്രീ പി എസ് ശ്രീധരൻപിള്ള രമേശിൽ നിന്നാണ് ഈ സതീഷ് നായർ MCIയിലൊക്കെ ഇടപെടാൻ പ്രാപ്തനാണോ എന്ന് വിളിച്ചന്വേഷിച്ച ഒരു കമ്മീഷന് ആ നിലയിൽ 5 കോടി രൂപ എം.ടി. രമേശിന് കിട്ടിയിട്ടുണ്ടോ, എം.ടി. രമേശ് അത് ദില്ലിയിൽ അയച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യതയില്ലേ? ഇന്നത്തെ കോർ കമ്മിറ്റി യഥാർത്ഥത്തിൽ അതിൽ തീരുമാനമെടുക്കേണ്ടിയിരുന്നില്ലേ? എം.ടി. രമേശിനും കിട്ടിയിട്ടുണ്ട് 5 കോടി രൂപ, അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന്. അതിനെ സംബന്ധിച്ചിടത്തോളം ആ കോളേജിൻ്റെ ബന്ധപ്പെട്ട ഉടമസ്ഥൻ പത്രസമ്മേളനം നടത്തി മീഡിയകളുടെ ചോദ്യങ്ങളെല്ലാം അതിജീവിച്ച്, എനിക്ക് ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കണ്ടതല്ലാതെ, അദ്ദേഹത്തിന് ഇടപെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതല്ലാതെ, അദ്ദേഹം വിചാരിച്ചാൽ സാധിക്കില്ല എന്ന് പറഞ്ഞതല്ലാതെ, ഞാൻ അദ്ദേഹവുമായി ഇടപാടില്ല എന്ന് പത്രസമ്മേളനം നടത്തിയത് നികേഷ് മാത്രം എന്താ അറിയാതെ പോയത്? ഞാൻ അറിയാതെ പോയതല്ല. ഞാൻ ഇടപെടുന്ന ഇടപെടുന്നു എന്ന് തോന്നലുണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഉണ്ടായിരിക്കാമെന്ന് വിചാരിച്ചതാണ്. ആ ചെർപ്പുളശ്ശേരി മെഡിക്കൽ കോളേജുകാരന് ആ 5 കോടി രൂപ കൊടുത്തതുകൊണ്ട് കാര്യം നേടി. MCIയുടെ അനുമതി ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ മെഡിക്കൽ കോളേജിന്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആരോപണത്തെ തള്ളിപ്പറയുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയില്ല. അതാണ് അദ്ദേഹം ചെയ്യുക, അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ആരോപണം അവിടെ നിൽക്കുന്നു. എന്തുകൊണ്ട് BJP ആ ആരോപണത്തെ കണ്ടില്ല? ആ ആരോപണം ശരിയല്ല എന്ന് 101% ബോധ്യമുണ്ട്. കാരണം
അക്കാലഘട്ടത്തിൽ ഈ പറഞ്ഞ ഇപ്പോൾ ഈ കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് വരെ അത് ചെയ്തിരുന്ന ജഡ്ജിമാരുടെ കമ്മിറ്റിയാണ്, അല്ലാതെ ദേശായി അല്ല, ചെയർമാൻ അല്ല. 2010 UPA കാലത്തുണ്ടായിരുന്ന ചെയർമാൻ BJP കാലത്തെ അല്ല, അയാൾ അഴിമതിക്കാരനായിരുന്നു. മാറ്റി ഉദ്യോഗസ്ഥന്മാരുടെ വെച്ച നിലയിലുള്ള അഴിമതി ഭരണമായിരുന്നു. അതിൽ നിന്ന് മാറ്റിയിട്ട് സുപ്രീം കോടതിയുടെ കമ്മിറ്റിയാണ്. 2 അംഗ സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിമാരാണ്. പിന്നെ എങ്ങനെ ഈ അഴിമതി നടന്നു ശ്രീ PS ശ്രീധരൻപിള്ള? ഈ വർക്കലയിലെ അഴിമതി എങ്ങനെ നടന്നു? എങ്ങനെ ചെർപ്പുളശ്ശേരി മെഡിക്കൽ കോളേജിന് ഈ പറയുന്ന MCAയിൽ നിന്ന് 5 കോടി രൂപ MT രമേശ് വാങ്ങിയെടുത്ത് അനുമതി നേടിക്കൊടുത്തു എന്നുള്ളതാണ്. താങ്കൾ അതൊക്കെ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല കൂടുതൽ. നോക്കൂ, പിന്നെ എങ്ങനെ ആ അഴിമതി ആരോപണം ശരിയല്ല എങ്കിൽ, MT രമേശിനെതിരായ ആക്ഷേപം ശരിയല്ല എന്ന് BJP വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ അന്വേഷണ കമ്മീഷൻ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എന്തിന് ആ തെറ്റായ മൊഴി ഈ അന്വേഷണ കമ്മീഷനിൽ എഴുതി ചേർത്തു? എൻ്റെ സുഹൃത്തെ, ഞാൻ ഈ പറയുന്നത് താങ്കൾക്ക് മനസ്സിലായില്ല. കാരണം അതിൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് തന്നെ ഒരു ഗോസ്പൽ ട്രൂത്ത് ആയിട്ട് എടുക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സാധിക്കുമോ? അല്ല. ഇപ്പൊ ഒരാൾ പോയി കണ്ടു, അപ്രസക്തമായ മൊഴിയാണ് എങ്കിൽ എന്തിന് ആ അപ്രസക്തമായ മൊഴി ഇതിൽ എഴുതി ചേർത്തു എന്നുള്ളത് പഠന വിഷയമാക്കണ്ടേ BJP? നോക്കൂ, ഇന്ന് ശ്രീ MT രമേശ്, എനിക്ക് തോന്നുന്നത് താങ്കൾ ഇരുന്ന ആ കോർ കമ്മിറ്റിയിൽ കണ്ണീർ വാർത്തു എന്നാണ് പറയുന്നത്. MT രമേശ് കണ്ണീർ വാർത്തു. എന്നെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഡാമേജ് ചെയ്യുന്നത് പാർട്ടിയെ തന്നെയാണ് എന്ന് പറയുമ്പോൾ അവിടെ നിശബ്ദതയായിരുന്നു. MT രമേശിന് അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്, എന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ പാർട്ടിയാണ് പകരം തകരുന്നത് എന്ന്. ആ വിഷയം നിങ്ങൾ കണ്ടോ? അങ്ങനെയാണ് എങ്കിൽ തകർക്കാൻ ശ്രമിച്ചത് ആരാണ്? KP ശ്രീശനാണോ? അതോ ഈ അന്വേഷണ റിപ്പോർട്ട് ചോർത്തിക്കൊടുത്ത BJPയുടെ തിരുവനന്തപുരംകാരനായ സംസ്ഥാന സെക്രട്ടറി ആണോ? ഇന്നിപ്പോ K കുഞ്ഞിക്കണ്ണൻ താങ്കളുടെ തൊട്ടടുത്തിരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അദ്ദേഹത്തിലേക്ക് ഞാൻ പോകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് CPMന്റെ ഫ്രാക്ഷനിലെ ലേഖകൻ എഴുതിയ ലേഖനമല്ല. K കുഞ്ഞിക്കണ്ണൻ എന്ന ജന്മഭൂമി ഉണ്ടായ മുതൽ അതിൽ പ്രവർത്തിച്ച് നിങ്ങളുടെ സഹചാരിയായി നടക്കുന്നയാൾ അദ്ദേഹം പറയുകയാണ്, കമ്മീഷൻ അംഗത്തിന്റെ വ്യക്തിഗത ഇമെയിലിൽ നിന്നും ഒരു ഹോട്ടലിന്റെ ഇമെയിലിലേക്ക് റിപ്പോർട്ട് എന്തിനയച്ചു? അതാരാണ് കച്ചവടം നടത്തിയത്? ആരായാലും ആ കുലം കുത്തി കുലദ്രോഹിയാണ്. കുലം കുത്തിയെ കുരുതി കൊടുക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ കരുതിയിരുന്നേ പറ്റൂ എന്ന്. ആരാണ് ആ സംസ്ഥാന സെക്രട്ടറി എന്ന് അന്വേഷിച്ചോ പാർട്ടി? നികേഷ്, ഒരു കാര്യം ഞാൻ കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെ പറയാം. അത് സ്വതന്ത്രമായ പത്രമാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച അയച്ച ഒരു ലേഖനമുണ്ട്. അവരുടെ പോളിസിക്ക് പറ്റാത്തതാണ് അവർ തിരിച്ചയച്ചു. ഞാൻ അയച്ച പത്രം ഒരൊറ്റ ലേഖനവും മാതൃഭൂമി ഉൾപ്പെടെ ആരും അയച്ചിട്ടില്ല. അവർ തിരിച്ചയച്ചു. അവർക്ക് പറ്റില്ല അവരുടെ പോളിസി. എനിക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു കാര്യത്തിൽ വ്യക്തിനിഷ്ഠമായി ഞാനൊരു ലേഖനം അയച്ചു, തിരിച്ചയച്ചു. അത് ഇപ്പോഴത്തെ സിനിമാ നടനോട് ബന്ധപ്പെട്ട കേസിന്റെ സംഭവങ്ങളാണ്. ആ സ്വാതന്ത്ര്യമുള്ള പത്രമാണ്. ഞാൻ അവരോട് കലഹിക്കുന്നു. അതുകൊണ്ട് അവർ സ്വാതന്ത്ര്യമുള്ള എഴുതുന്നു. ആ പത്രം ഔപചാരികമാണോ? അതിന്റെ പോളിസി ഉണ്ട്, അവരുടെ പോളിസി. അതനുസരിച്ച് അവർ പറയുന്നു. അതിനെ എല്ലാം ഗോസ്പൽ ട്രൂത്തായിട്ട് എടുക്കാൻ സാധിക്കുമോ? ഞാൻ അതുകൊണ്ട് BJPയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്, BJPയുടെ മുഖപത്രം ജന്മഭൂമിയിലെ എഡിറ്റോറിയലിൽ എഴുതുന്ന ലേഖനം ഇതൊന്നും ഗോസ്പൽ ട്രൂത്ത് അല്ല. പക്ഷേ ഇങ്ങനെ ഒരു ആക്ഷേപം ഒരു വാക്ക് കേട്ടോളൂ, കോർ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടല്ലോ. ശ്രീ PS ശ്രീധരൻപിള്ള, MT രമേശ് നെഞ്ചുപൊട്ടി പറഞ്ഞല്ലോ, എന്നെ ആക്രമിക്കാൻ വരുന്നു, എന്നെ തകർക്കാൻ വരുന്നതിലൂടെ നിങ്ങൾ തകർക്കുന്നത് ഈ മഹത്തായ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് MT രമേശ് പാർട്ടി യോഗത്തിൽ. ആരാണത് എന്ന് പരിശോധിക്കണ്ടേ? BJPയിലെ PK കൃഷ്ണദാസ് വിഭാഗവും V മുരളീധരൻ വിഭാഗവും ഉണ്ട്. ഇവരുടെ ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഏറ്റുമുട്ടലിനിടയിൽ ഈ പാർട്ടി നന്നാവാൻ പോകുന്നില്ല എന്ന് നിങ്ങളുടെ പരമാധ്യക്ഷൻ അമിത്ഷാ ഇവിടെ വന്ന് പറഞ്ഞു പോയിട്ടല്ലേ ഉള്ളൂ. അതിനിടയിലല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അക്കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിക്കാതെ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് സമുന്നതനായ നേതാവായ ശ്രീ PS ശ്രീധരൻപിള്ളക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട നികേഷ്, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു സർക്കാർ കേരള സർക്കാർ വിജിലൻസ് അന്വേഷണം ഉത്തരവിടുകയും ആ വിജിലൻസ് അന്വേഷണത്തിൽ ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും അതിന് BJPയേക്കാൾ, വ്യക്തികളെക്കാൾ, ഏത് സംഘടനയേക്കാൾ സംവിധാനമുള്ള മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയ കേരള പോലീസ് അന്വേഷിക്കുമ്പം അതിൽ ഈ താങ്കൾ പറഞ്ഞ എൻ്റെ പാർട്ടിയുടെ സഹോദരന് നേതാവിന് പങ്കുണ്ടെങ്കിൽ അത് വരട്ടെ, ആ നിമിഷം ഞങ്ങൾ നടപടിയെടുക്കും.
അതിന് ഗവൺമെന്റാണ് ആർജവം കാണിക്കേണ്ടത്. ശ്രീ പി. ശ്രീധരൻപിള്ള, അവിടെ വ്യക്തതയുണ്ട് താങ്കൾക്ക്. അതായത് ഇതെല്ലാം നിങ്ങൾ നേരത്തെ ശ്രീ പി. ശ്രീധരൻപിള്ള താങ്കൾ പറഞ്ഞു ഇതിന്റെ മിനിറ്റ്സും റിപ്പോർട്ടും എല്ലാം ഞങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് അയച്ചു കൊടുത്തിരിക്കുകയാണെന്നാണ്. ഈ പറയുന്ന തിരുവനന്തപുരംകാരനായ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുടെ നടപടി ഇപ്പോൾ AK നസീറിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പാർട്ടിക്കകത്ത് ആരാ ഉന്നയിച്ചതെന്ന് പോലും പറയാം. മറ്റൊരു ജനറൽ സെക്രട്ടറിയാണ് ഒരു സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഇങ്ങനെ AN രാധാകൃഷ്ണൻ എന്ന ജനറൽ സെക്രട്ടറിയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. നോക്കൂ, നേരത്തെ പറഞ്ഞ പേരുകൾ രാകേഷ് ശിവരാമന്റെയും സതീഷ് നായരുടെയും കണ്ണദാസിന്റെയും ഒക്കെ പേരുകൾ. കേന്ദ്ര നേതൃത്വത്തിന് നിങ്ങൾ മിനിറ്റ്സ് അയച്ചു കൊടുക്കുന്നു, റിപ്പോർട്ട് അയച്ചു കൊടുക്കുന്നു. അവിടെ എടുക്കട്ടെ തീരുമാനം എന്നാണോ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം, ഇന്നത്തെ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചിട്ടുള്ളത്? ആ ശ്രമം പരാജയപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. നിക്കോ, കേന്ദ്ര കമ്മിറ്റിയാണോ ഈ ആളുകൾക്കെതിരെ നടപടി തീരുമാനിക്കേണ്ടത്? സംസ്ഥാന സമിതിക്ക് അതിന് അധികാരമില്ല, സംസ്ഥാന സമിതിക്ക് അതിന് കഴിയില്ല എന്നാണോ ഇപ്പോ തീരുമാനമെടുത്തിട്ടുള്ളത്? അല്ല, ദേശീയ കക്ഷിയാണ്. പാർലമെന്റിൽ ഇഷ്യൂ ആയി ഓൾ ഇന്ത്യ ലെവൽ നിൽക്കുന്ന ഒന്നിന്റെ കാര്യങ്ങൾ അവരെ അറിയിക്കുമ്പം ഉചിതമായി അത് ചെയ്യാൻ പ്രാപ്തിയുള്ള, കേരള ഘടകത്തെക്കാൾ പ്രാപ്തിയുള്ള അഖിലേന്ത്യാ തലത്തിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് ആ കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ ഒരാക്ഷേപവും ഞങ്ങൾക്ക് ഇതിൽ ആ കള്ളനായ അഴിമതിക്കാരനോ ചതിയനോ ആയ ഒരു ആൾ നടത്തിയ കുറ്റമല്ലാതെ മറ്റൊന്നും അതിൻ്റെ അകത്തില്ല എന്നാണ് മനസ്സിലാക്കിയത്. മറിച്ചുണ്ടെങ്കിൽ സഖാവ് പിണറായി വിജയന്റെ സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് തരട്ടെ. ഞങ്ങൾ ഒരു നിമിഷം പോലും ഇല്ല നികേഷിന്റെ ഈ ചാനൽ വന്ന് ഞാൻ പറയാം. ദയവായി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ നോക്കൂ, ഇന്ന് PS ശ്രീധരൻപിള്ള BJPയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്ക് CPIM എന്ന് വായിക്കണം, അത് മാധ്യമങ്ങളിൽ അതിൻ്റെ ഫ്രാക്ഷൻ ഉണ്ട്. വാർത്തകൾക്ക് പുതിയ മാനവും ദിശയും നൽകുന്നത് ഈ ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ തീരുമാനമനുസരിച്ച് തലവാചകം നൽകും, ജനങ്ങളെ അതിനനുസരിച്ച് ഇളക്കി വിടാൻ കഴിയുമെന്ന്. അങ്ങനെ ഉണ്ടായതാണ് നേരത്തെ AKG ഭവൻ ആക്രമണം സംബന്ധിച്ചുണ്ടായിട്ടുള്ള വാർത്ത. AKG ഭവൻ ആക്രമണം ഏതോ ഒരു തീവ്ര ഹിന്ദു സംഘടനയാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ അതൊരു RSS വാർത്തയാക്കി മാറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 300-400 RSS BJP ആഫീസുകൾ സംസ്ഥാനമെമ്പാടും തകർന്നു. ഒരു വാർത്ത ഉണ്ടാക്കുന്ന ചലനമായിട്ടാണ് ശ്രീ PS ശ്രീധരൻപിള്ള അതിനെ വിശദീകരിച്ചത്. സമാനമായ മറ്റൊരു സംഭവമാണിത്. ഏതോ ഒരു BJP പ്രവർത്തകൻ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് BJP എന്ന സംഘടനയുടെ, കേന്ദ്ര സർക്കാർ എന്ന സംവിധാനത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ഫ്രാക്ഷൻ ആ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഗുരുതരമായ ആക്ഷേപമായി കരുതേണ്ടതല്ലേ? ഇല്ല, ശ്രീധരൻപിള്ള വളരെ സമർത്ഥനായ ഒരു വക്കീലാണ്. ഒരു അഭിഭാഷകൻ എന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങളിൽ പോലും അദ്ദേഹം ഇപ്പോൾ ഇടറുന്നതാണ് നികേഷിൻ്റെ ഓരോ ചോദ്യത്തിനു മുമ്പിലുമുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരം കാണിക്കുന്നത്. ശ്രീധരൻപിള്ള എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും BJPയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ എക്സാം ബോർഡ് മധ്യപ്രദേശിലെ വ്യാപം, ആ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ തന്നെ BJP ഇത്തരം റിക്രൂട്ട്മെൻറ്റുകളും മെഡിക്കൽ കൗൺസിലിൻ്റെ അനുവാദം വാങ്ങിച്ചു കൊടുക്കുന്നതും മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ആളുകളെ റിക്രൂട്ട് ചെയ്ത് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയിരക്കണക്കിന് കോടികളുടെ കുംഭകോണം ഈ രാജ്യം ചർച്ച ചെയ്താണ്. ആ വ്യാപം കുംഭകോണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ശ്രീധരൻപിള്ള ഇവിടെ മറച്ചു വെക്കുകയാണ്. ജസ്റ്റിസ് ലോധയുടെ നേതൃത്വത്തിൽ ഈ മെഡിക്കൽ കൗൺസിലിൻ്റെ പ്രവേശനങ്ങളും മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി കൊടുക്കുന്നു അടക്കമുള്ള നടപടികൾ ഒരു മേൽനോട്ടത്തിലായിരിക്കണം. ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ജസ്റ്റിസ് ലോധയെ നിയമിച്ചത്. ആ നിയമനത്തിന് വേണ്ടി ജസ്റ്റിസ് ലോധയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയുടെ നിയമനത്തിന് വേണ്ടിയിട്ട് വലിയ പോരാട്ടം നടത്തിയ ആളാണ് മധ്യപ്രദേശിലെ വ്യാപം കുംഭകോണം പുറത്തു കൊണ്ടുവന്ന ഡോക്ടർ ആനന്ദ റായ്. ആനന്ദ റായിയുടെയും അതുപോലെ തന്നെ നിയമ പോരാട്ടങ്ങളുടെയൊക്കെ തുടർച്ചയിലാണ് ജസ്റ്റിസ് ലോധ കമ്മിറ്റി വന്നത്. ലോധ കമ്മിറ്റി വന്നത് എൻ്റെ ശ്രീധരൻപിള്ളയെ നിങ്ങൾ മനസ്സിലാക്കണം, UPA കാലത്തെ കറപ്ഷൻ കൊണ്ടല്ല. നിങ്ങൾ മധ്യപ്രദേശിലെ മിസ്റ്റർ ചൗഹാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇവിടെ രമേശിനും അതുപോലെയുള്ള BJPയുടെ യുവതുർക്കികൾക്കും സമാനമായ ഒരു നേതാവുണ്ട് മധ്യപ്രദേശിൽ, മിസ്റ്റർ സുരേഷ് സോണി. ആ സുരേഷ് സോണിയൊക്കെ നടത്തിയിട്ടുള്ള വലിയ വ്യാപം കുംഭകോണവുമായി ബന്ധപ്പെട്ട ഒരു ദേശീയ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ലോധ കമ്മീഷൻ ഉണ്ടായത്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജുകളുടെ അനുമതി വാങ്ങിച്ചു കൊടുക്കൽ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ, തൊഴിൽ രംഗത്തെ പ്രവേശനം, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ കേന്ദ്ര ഭരണാധികാരവും സംസ്ഥാനങ്ങളിലെ ഭരണാധികാരവും ഉപയോഗിച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെ, തെറ്റായ അവിഹിതമായ ഇടപെടലുകളുടെ, പണസമ്പാദനത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിക്ക് ലോധ കമ്മിറ്റിയെ നിയോഗിക്കേണ്ടി വന്നത് എന്ന കാര്യം
എന്റെ പ്രിയപ്പെട്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. പക്ഷെ അതിൽ നിന്ന് മുന്നോട്ട് പോയി ഇപ്പോൾ നേരത്തെ പെട്രോൾ പമ്പ് കുംഭകോണമാണെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് കുംഭകോണം. ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ, കമ്മീഷൻ അംഗത്തിൻ്റെ വ്യക്തിഗത ഇമെയിലിൽ നിന്നും ഒരു ഹോട്ടലിൻ്റെ ഇമെയിലിലേക്ക് റിപ്പോർട്ട് എന്തിനയച്ചു? അതാരാണ് കച്ചവടം നടത്തിയത്? ആരായാലും ആ കുലം കുത്തി കുലദ്രോഹിയാണ് എന്ന് താങ്കൾ പറയാനിടയായ സാഹചര്യം എന്ത്? ആ റിപ്പോർട്ട് ഹോട്ടലിൻ്റെ മെയിലിലേക്ക് പോയതിൻ്റെ വ്യക്തമായ തെളിവ് ലഭിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് എഴുതാൻ കാര്യം. കമ്മീഷൻ റിപ്പോർട്ട് കമ്മീഷനെ ആരാണോ നിശ്ചയിച്ചത് ആ നേതൃത്വത്തിനാണ് അയക്കേണ്ടത്, അല്ലാതെ വേറൊരു ഹോട്ടലിലേക്ക് അയക്കാൻ പാടില്ല. അത് തെറ്റാണ്. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചോർത്തിക്കൊടുത്തത് ആരാണ് അത് വ്യക്തമാകണം, അതിനെക്കുറിച്ച് അന്വേഷിക്കണം, നടപടി സ്വീകരിക്കണം. അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ, ഇമെയിലിൽ നിന്നും ഒരു ഹോട്ടലിൻ്റെ ഇമെയിലിലേക്ക് റിപ്പോർട്ട് എന്തിനയച്ചു? അതാരാണ് കച്ചവടം നടത്തിയത്? ആരായാലും ആ കുലം കുത്തി കുലദ്രോഹിയാണ് എന്ന് പറയുമ്പോൾ ഒരു ഹോട്ടലിലേക്ക് അയച്ചാൽ ആ ഹോട്ടൽ അത് വിൽപ്പന നടത്തില്ലല്ലോ, കച്ചവടം നടത്തില്ലല്ലോ. ആ ഹോട്ടലിലേക്ക് അയപ്പിച്ച ഒരാളുണ്ടാവും. ആ ഹോട്ടലിലേക്ക് എത്തിയപ്പോൾ ആ റിപ്പോർട്ട് എടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരാളുണ്ടാവും. അതാരാണ്? അതെനിക്കറിയില്ല, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഇന്ന് എൻ രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നത് തിരുവനന്തപുരംകാരനായ ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് അവിടെ നിന്നും ആ റിപ്പോർട്ട് എടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തത് എന്ന്. താങ്കൾക്ക് അക്കാര്യത്തിൽ ബോധ്യമുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചുള്ളത് എൻ്റെ കയ്യിലുള്ള തെളിവ് ഈ അന്വേഷണ കമ്മീഷനിലെ ഒരംഗത്തിൻ്റെ മെയിലിൽ നിന്നും ഹോട്ടലിൻ്റെ മെയിലിലേക്ക് ഇത് പോയിട്ടുണ്ട്. അങ്ങനെ പോകാൻ പാടില്ല. ആരാണോ കമ്മീഷൻ നിശ്ചയിച്ചത് ആ കമ്മീഷൻ നിശ്ചയിച്ച ആളെടുത്ത് മാത്രമേ അത് പോകാൻ പാടുള്ളൂ. അത് തെറ്റായൊരു കീഴ്വഴക്കമാണ് ഹോട്ടലിലേക്ക് അയച്ചത്. അതാരാണെന്ന് കണ്ടെത്തണം. അതിനുശേഷം അവിടെ എത്തി അത് കളക്ട് ചെയ്ത് മാധ്യമങ്ങൾക്കും മറ്റ് പൊതു സമൂഹത്തിലേക്കും വിട്ടത് ആരാണ് എന്ന് കണ്ടെത്തണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തെറ്റായ കീഴ്വഴക്കങ്ങൾ സമൂഹത്തിൽ വളരെയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഇത്തരം ആൾക്കാരെ കണ്ടെത്തണം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. നോക്കൂ, ഈ പറയുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് നാസർ എന്ന അന്വേഷണ കമ്മീഷൻ അംഗമാണ്. നാസർ മിനിയാന്ന് തൃശ്ശൂരിൽ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അത് ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ താങ്കളും കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ നാസർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ സിസ്റ്റത്തിലാണ് ഇത് ടൈപ്പ് ചെയ്തത്. അതായത് ശ്രീശനും ഞാനും ഇരുന്ന് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. മറ്റൊരാളെ കൊണ്ട് പോലും അത് ടൈപ്പ് ചെയ്യിച്ചില്ല. കാരണം അതിൻ്റെ കണ്ടന്റ് പുറത്തു പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അത് ടൈപ്പ് ചെയ്തത്. എന്നിട്ട് ഒരാൾക്ക് മാത്രമേ ആ ഇമെയിൽ പോയുള്ളൂ. അത് സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഇമെയിലിലേക്കായിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് രജിസ്റ്റേർഡായി സംസ്ഥാന പ്രസിഡന്റിന് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇത് ഒന്നുകിൽ അത് രജിസ്റ്ററായി അയച്ചപ്പോൾ ആ ഓഫീസിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഓഫീസ് ഭാരവാഹികളിൽ ആരെങ്കിലും ഒരാൾ പൊട്ടിക്കുകയോ അത് പിന്നീട് ചോർത്തപ്പെടുകയോ ചെയ്തിട്ടുണ്ടാവും. എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഘട്ടത്തിലും മറ്റൊരു ഇമെയിൽ ഐ ഡിയിലേക്ക് അത് പോയിട്ടില്ല എന്നാണ് അന്വേഷണ കമ്മീഷൻ അംഗം BJPയുടെ സംസ്ഥാന സെക്രട്ടറി കെ നാസർ പറയുന്നത്. താങ്കൾ പറയുന്നത് അയാളുടെ മെയിലിൽ നിന്ന് ഇതാ ഹോട്ടലിലേക്കും പോയിട്ടുണ്ട് എന്ന്. ആരെയാണ് വിശ്വസിക്കേണ്ടത്? കെ കുഞ്ഞിക്കണ്ണനെയോ അതോ BJPയുടെ സംസ്ഥാന സെക്രട്ടറി നാസറിനെയോ? ഞാൻ കമ്പ്യൂട്ടറിനെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ കമ്പ്യൂട്ടർ വിരുദ്ധനല്ല. കമ്പ്യൂട്ടർ കളവ് പറയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ആ കമ്പ്യൂട്ടർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇമെയിലിൽ നിന്നും ഫ്രം ടു വെച്ചിട്ട് ടു എന്ന് പറഞ്ഞ് അയച്ചിട്ടുള്ളത് അതേ ഒരു ഹോട്ടൽ ആലുവയിലെ ഒരു ഹോട്ടലിൻ്റെ മെയിലിലേക്കാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അപ്പടി വിശ്വസിക്കുന്നത് ഞാൻ കമ്പ്യൂട്ടറിനെയാണ് വിശ്വസിക്കുന്നത്. കമ്പ്യൂട്ടറിനെ വിശ്വസിക്കുന്ന ഫോറൻസിക് പരിശോധനയുണ്ടോ? ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ നിന്ന് ഒരു മെയിൽ പോയിട്ടുണ്ടോ എന്ന് അറിയാൻ എന്റെ സിസ്റ്റം പരിശോധിക്കണമല്ലോ. നാസറിന്റെ സിസ്റ്റം ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? സിസ്റ്റം പരിശോധിക്കേണ്ട കാര്യമല്ലോ. അദ്ദേഹത്തിൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നും പോയത് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സിസ്റ്റമാണോ അല്ല വേറെ ഏതെങ്കിലും സിസ്റ്റമാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിനൊരു ഐ ഡി ഉണ്ട്. ആ അദ്ദേഹത്തിൻ്റെ ഐ ഡിയിൽ നിന്നും ഹോട്ടലിൻ്റെ ഐ ഡിയിലേക്ക് ഒരു മെയിൽ പോയിട്ടുണ്ട്. അതായത്
താങ്കൾ പറയുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് കിട്ടിയ ഈ അന്വേഷണ റിപ്പോർട്ടിൽ അതിന്റെ മുകളിൽ അതിന്റെ ഫസ്റ്റ് പേജിൽ ഈ പറയുന്ന അന്വേഷണ കമ്മീഷൻ അംഗം നാസറിന്റെ ഇമെയിൽ ഐ ഡി ഉണ്ട്. ഫ്രം ടു എന്ന് പറയുന്നത് ആ ഹോട്ടലിന്റെ ഐ ഡിയുമുണ്ട്. അതെ അതെ. ഇതാരാണ് പരിശോധന നടത്തിയത്? മാധ്യമങ്ങളുടെ കയ്യിലാണല്ലോ ഉള്ളത്, നിങ്ങളുടെ കയ്യിലല്ലല്ലോ ഉള്ളത്. എൻ്റെ കയ്യിലുണ്ട്. അതിൽ എൻ്റെ കയ്യിൽ മാത്രമല്ല, എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയതാണ്. ആ ഫോർവേഡ് ചെയ്ത് കിട്ടിയ ആ റിപ്പോർട്ട് എന്ന് പറയുന്ന ആ കത്തിൽ അതിൽ നാസറിൻ്റെ മെയിലിൽ നിന്നും ആലുവയിലെ ഒരു ഹോട്ടലിൻ്റെ മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. ഏത് ഹോട്ടലിൻ്റെ മെയിലിലാണ്? ഏതാണ് ഹോട്ടൽ? ആലുവയിലെ ഹോട്ടലിന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, വേണമെങ്കിൽ നോക്കി പറഞ്ഞുതരാം. നോക്കൂ ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ, CPM വിഭാഗീയതയുമായി ബന്ധപ്പെട്ടാണ് കുലംകുത്തി എന്ന വാക്ക് സംജാതമായത്. ആ കുലംകുത്തി എന്ന വാക്ക് പിണറായി വിജയൻ അവിടെ വടകരയിൽ പോയി ഉന്നയിച്ചപ്പോൾ വലിയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ആരാണ് കുലംകുത്തി, ഏത് നിലയിലാണ് കുലംകുത്തി എന്ന വിഷയം ഉന്നയിക്കുക എന്നുള്ളത്. താങ്കളുടെ ലേഖനത്തിൻ്റെയും ഹെഡിങ് ഇട്ടിരിക്കുന്നത് കുലംകുത്തികളെ കരുതിയിരിക്കുക എന്നുള്ളതാണ്. ഇതാ നോക്കൂ, അതാരാണ് കച്ചവടം നടത്തിയത്, ആരായാലും ആ കുലംകുത്തി കുലദ്രോഹിയാണ് എന്നാണ് പറയുന്നത്. അതിനെ കുരുതി കൊടുക്കണം എന്ന് പറയുന്നില്ല, പക്ഷെ കരുതിയിരിക്കണം എന്ന് പറയുന്നു. പിണറായി വിജയൻ്റെ അതേ ഭാഷയാണ് ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ താങ്കൾക്കും ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. ഈ മെയിൽ അവിടെ നിന്ന് അയക്കുക, അതെടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതിൽ വിഭാഗീയതയുണ്ട് എന്നാണ് താങ്കൾ BJP നേതാക്കളെ, പ്രവർത്തകരെ ജന്മഭൂമിയുടെ എഡിറ്റോറിയലിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായും, കാരണം അതെൻ്റെ ഒരു ബാധ്യതയാണ്. എനിക്ക് കിട്ടിയ ആ കത്തിൽ 2 ID ഉണ്ട്. അതൊന്ന് നാസറിൻ്റെ ID ആണ്, പിന്നെ ഒരു ഹോട്ടലിൻ്റെ ID ആണ്. അതാ എങ്ങനെ ഹോട്ടലിൻ്റെ IDയിലേക്ക് അയച്ചു? ആരെ ഹോട്ടലെന്ന് എനിക്കറിയില്ല. ആ ഹോട്ടലിൻ്റെ IDയിലേക്ക് എങ്ങനെ അയച്ചു, എന്തിനയച്ചു, ആരാണത് വാങ്ങി സർക്കുലേറ്റ് ചെയ്തത്? ഞാൻ ചോദിക്കുന്നത്, ഇത് BJPയിൽ വിഭാഗീയതയുണ്ട്. അത് വി മുരളീധരനും PK കൃഷ്ണദാസും നേതൃത്വം നൽകുന്ന വിഭാഗീയതയാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ട് ഉപയോഗിച്ച് വി മുരളീധരൻ പക്ഷം PK കൃഷ്ണദാസ് വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് MT രമേശ് നേതാവായി ഉയർന്നു വരുന്നതിനെ തടയിടാൻ വേണ്ടി വി മുരളീധരൻ ശ്രമിക്കുന്നു. അതിനെ കരുതിയിരിക്കണം എന്നാണ് താങ്കൾ ഈ എഡിറ്റോറിയലിൽ പറയുന്നത്. അല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു വിഭാഗീയതയും അതിനകത്ത് പറഞ്ഞിട്ടില്ല. PK കൃഷ്ണദാസിന്റെ പേര് പറഞ്ഞിട്ടില്ല, മുരളീധരന്റെ പേര് പറഞ്ഞിട്ടില്ല. BJPയിൽ വിഭാഗീയതയുണ്ട് എന്ന് ഞാൻ ലേഖനത്തിൽ താങ്കൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പൊ പറഞ്ഞോളൂ ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ. നേരത്തെ ലേഖനത്തിൽ ഇന്നലെ എഴുതിയ ലേഖനത്തിൽ താങ്കൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ പറയാമല്ലോ. ഇതല്ലേ പ്രശ്നം? MT രമേശ് ഉയർന്നു വരികയാണ്. MT രമേശിന്റെ തലക്കിട്ടൊരു അടി കൊടുക്കണം. അതിനുവേണ്ടിയാണ് ശ്രീശൻ കമ്മീഷൻ റിപ്പോർട്ട്, അതിനുവേണ്ടിയാണ് നാസർ ഈ റിപ്പോർട്ട് ചോർത്തി മാധ്യമങ്ങൾക്ക് കൊടുത്തത്. അതൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ബോധ്യമില്ല. MT രമേശിന് ആരെങ്കിലും ഒരു തലക്കടി കൊടുത്താൽ MT രമേശ് ഒതുങ്ങിപ്പോകും എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. എന്നുള്ള ബോധ്യം എനിക്കില്ല. അല്ല, അതെനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. അതിൻ്റെ അകത്ത് അവ്യക്തതയില്ല, വളരെ സ്പഷ്ടമാണ് കാര്യങ്ങളൊക്കെ. ശരി, അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, BJPയിലും കുലംകുത്തികൾ ഉണ്ടായിരിക്കുന്നു എന്ന് ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ കണ്ടെത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കുലംകുത്തികളെ, CPMലുള്ള കുലംകുത്തികൾ എന്താണ് അവരുടെ അന്ത്യം എന്നുള്ളത് അറിയാമല്ലോ. BJPയിലെ ഈ കുലംകുത്തികൾ, അതായത് വി മുരളീധരൻ പക്ഷത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ല, ഇവിടെ കുലംകുത്തികൾ എന്ന് പറയുമ്പോൾ നികേഷ്, അത് ഈ രണ്ട് പാർട്ടികളും ഞാനിപ്പോ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞല്ല. CPM ആണെങ്കിലും BJP ആണെങ്കിലും അടിസ്ഥാനപരമായിട്ട് അതൊരു ഫാസിസ്റ്റ് ശൈലി പിന്തുടരുന്ന പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പാർട്ടിക്ക് അകത്ത് എതിരഭിപ്രായമുള്ള അല്ലെങ്കിൽ വിപരീത അഭിപ്രായം പറയാൻ സാധ്യതയുള്ള ആളുകളെ കുലംകുത്തികളായിട്ട് കാണാൻ കഴിയുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പല അഭിപ്രായങ്ങളുണ്ടാവും, ഇല്ലേ? ആ എല്ലാ അഭിപ്രായങ്ങളും ഉൾക്കൊള്ളുന്ന സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിനാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ പാർട്ടികൾക്ക് അടിസ്ഥാനപരമായിട്ട് CPM സ്റ്റാലിനിസം, അത് ഫാസിസത്തിന്റെ വേറൊരു രൂപഭേദമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ്. കേഡർ സ്വഭാവവും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ കേഡറുകൾ അല്ലാത്ത ആളുകൾ, അതിനെതിരായിട്ട് നിൽക്കുന്നവനൊക്കെ കുലംകുത്തിയാണ്. പാർട്ടിയുടെ അഭിപ്രായമാണ് പരമപ്രധാനം. മുസോളിനി അങ്ങനെയാണ് പറഞ്ഞത്, ഈ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു വലിയ വൃക്ഷമാണ്, അതിന്റെ ഇലകളെ പോലെയാണ് മനുഷ്യർക്ക് പ്രസക്തിയില്ല, ഇലകൾക്ക് ഒഴിച്ചു പോകും, പക്ഷെ വൃക്ഷം അങ്ങനെ നിലനിൽക്കും.
ആ ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് ഈ വക ആശയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ കുലംകുത്തി എന്നുള്ള പ്രയോഗം എന്നെ ഒട്ടും അത്ഭുതപ്പെടുത്തില്ല. ഇനിയിപ്പോ അവര് വിരിക്കാൻ എന്തായാലും അങ്ങനെ ഒരു പ്രയോഗമാണല്ലോ അഡ്വക്കേറ്റ് ജയശങ്കർ ഉണ്ടായത്. നോക്കൂ, ഇന്നിപ്പോ എൻ രാധാകൃഷ്ണൻ ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഒരുപക്ഷെ പി.കെ. കൃഷ്ണദാസ് കഴിഞ്ഞാൽ അവിടെ തലപ്പൊക്കത്തിൽ രണ്ടാമൻ എന്ന് പറയാം. ആ ആൾ ഇന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ പറയുകയാണ്, തിരുവനന്തപുരംകാരനായ ഒരു സംസ്ഥാന സെക്രട്ടറി, അത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ആരാണ് എന്ന്, സംസ്ഥാന സെക്രട്ടറിയാണ് ഈ പണി ചെയ്തത്, ഇവനെയൊക്കെ ചവിട്ടി പുറത്താക്കണം എന്നാണ് പറയുന്നത്. അത്രയും നീണ്ടിരിക്കുന്നു ഈ വിഭാഗീയത, ഈ ഗ്രൂപ്പിസം. അതെ, സ്വാഭാവികമാണല്ലോ. ഇതൊക്കെ ഇതിപ്പോ ഒരു ഭരണാധികാരത്തിന്റെ ഒക്കെ ഏഴായാലത്ത് പോലും എത്താത്ത ഒരു പാർട്ടിയിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ ഇവർക്ക് അധികാരം കിട്ടില്ല എന്തായിരിക്കും ഇന്നിപ്പോ നമ്മൾ എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. CPM പോലെ ഇത്രയും കൊല്ലത്തെ പ്രവർത്തന ഫലമായിട്ട് ഇത്ര വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് മാറിയ, ഇത്ര അധികം പണം സമാഹരിച്ച, ഇത്ര വലിയ കോർപ്പറേറ്റ് ഫണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനത്തിലാണ് കുട്ടികളെ 51 വെട്ടുവെട്ടി കൊല്ലുന്ന രീതിയിലേക്ക് പോയത്. ഇതൊന്നും ആയിട്ടില്ല. അവിടേക്ക് എത്താൻ ഇനി ഒരുപാട് താമസം. കേന്ദ്രത്തിൽ ഭരണം ഉണ്ടെന്നുള്ള സത്യമാണെങ്കിലും കേരളത്തിൽ ഈ പാർട്ടിക്ക് അതിന് ഭാഗത്തുള്ള ഒരു ആസ്തിയോ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യ വിഭവശേഷിയോ ഒന്നുമില്ല. എന്നിട്ട് പോലും ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് കുറച്ചുകൂടി ഉയർന്നു പോയാൽ എന്തായിരിക്കും സ്ഥിതി? ഈ കോൺഗ്രസ് പോലുള്ള പാർട്ടികൾ നമുക്ക് വേറെ 100,000 കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഈ നിലയിലേക്ക് അവർ എത്തിയിട്ടില്ല. ഇത്രയും അതപ്പതിച്ചതിന് ശേഷം, ഇത്രയും ജീർണിച്ചതിന് ശേഷം എത്തിയിട്ടില്ല. ഇതൊക്കെ സത്യത്തിൽ വളരെ സങ്കടകരമായിട്ടുള്ള, ഖേദകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഉണ്ടായത് ഒരു വിധത്തിൽ നന്നായി. കാരണം ഈ പാർട്ടിയുടെ നേതാക്കന്മാർ ആരൊക്കെയാണെന്നും ഇവരുടെ രീതികൾ എന്തൊക്കെയാണെന്നും പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവരൊക്കെ യോഗ്യന്മാരാണെന്ന് നമ്മളെല്ലാവരും വിചാരിക്കുള്ളൂ. ശ്രീ കെ.ടി. കുഞ്ഞിക്കണ്ണൻ, RSSന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് ബി.ജെ.പിയുടെ ഇവിടുത്തെ സംസ്ഥാന ഘടകം പോലും പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ശക്തമായ ഒരു കേന്ദ്ര നേതൃത്വവും ഈ പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് PS ശ്രീധരൻപിള്ള ഇന്ന് ആ ഭാഗങ്ങൾ മറുപടി പറയാതെ വിട്ടത്. കാരണം ഇവരുടെ നിന്ന് മിനിറ്റ്സും പ്രവർത്തന റിപ്പോർട്ടും എല്ലാം തന്നെയും കേന്ദ്ര കമ്മിറ്റിക്ക് അയക്കും, അവിടെ നിന്ന് തീട്ടൂരം വരും. അതിനനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഈ തിരുവനന്തപുരത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ കാര്യത്തിൽ തീരുമാനമാവുക, ബാക്കി നമ്മൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടവരുടെ കാര്യത്തിലൊക്കെ തീരുമാനമാവുക. എന്നിട്ടും ഇങ്ങനെ പരസ്യമായി ഗ്രൂപ്പ് അഴിക്കാനും ഇഴുപ്പലക്കാനും പരസ്പരം വെട്ടാനും കഴിയുന്നു. അതെന്തുകൊണ്ടായിരിക്കണം? നികേഷേ, ഈ ചർച്ച ഒരു അനാവശ്യമായ തലത്തിലേക്ക് ജയശങ്കർ കൊണ്ടുവരികയാണ്. ഈ കെ കുഞ്ഞിക്കണ്ണൻ അദ്ദേഹത്തിൻ്റെ ജന്മഭൂമി ലേഖനത്തിൽ കുലംകുത്തി എന്ന് ഉപയോഗിച്ചത് BJPയുടെ ഒരു സംഘടനാ ധാർമ്മികതയുടെ പ്രശ്നം എന്നുള്ളവരൊക്കെയാണ്. ആ സംഘടനയെ പൊളിക്കുന്ന രീതിയിലുള്ള വലിയൊരു കുംഭകോണം നടത്തിയതിനെ പുറത്തു കൊണ്ടുവന്നതിലുള്ള മനോവേദനയാണ് കുഞ്ഞിക്കണ്ണൻ്റെ പ്രസ്താവനയിലുള്ളത്. മിസ്റ്റർ ജയശങ്കർ ഇവിടെ എന്താണ് ഈ ഫാസത്തെയും ഈ കേഡർ സിസ്റ്റത്തെയും ഒക്കെ തന്നെ സമീകരിച്ചുകൊണ്ട് എന്താണ് ഈ അവസരത്തിന് ഒട്ടും യോഗ്യമല്ലാത്ത അനവസരത്തിലുള്ള അങ്ങേയറ്റ അനൗചിത്യകരമായ ഒരു പ്രതികരണമാണ് നടത്തിയത്. അതെന്താണ്? ഈ ചർച്ചകളെ BJP നടത്തിയിരിക്കുന്ന വലിയൊരു കുംഭകോണമാണ്, കേരളത്തിലെ വ്യാപമാണിത്. ഈ വ്യാപത്തിന് സമാനമായിട്ടുള്ള അഴിമതിയാണ് ഇവിടെ BJP നേതാക്കൾ നടത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ നമ്മൾ ആരുമല്ല പരാതിയായിട്ട് കൊണ്ടുപോകുന്നത്. BJPയുടെ തന്നെ സ്റ്റേറ്റ് നേതൃത്വം നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ആ റിപ്പോർട്ടിലൂടെ വന്ന വാർത്തകളാണ്. ആ വാർത്തകളെ ചോർത്തിക്കൊടുത്തത് BJPയുടെ ഒരു അഭ്യുദയകാംക്ഷി എന്ന നിലക്ക് മിസ്റ്റർ കെ കുഞ്ഞിക്കണ്ണന് വലിയ മനോവേദന ഉണ്ട്. അദ്ദേഹം കുലംകുത്തിയെന്നോ മറ്റെന്തോ വിളിച്ചിട്ടുണ്ടോ? ഇവിടെ പ്രശ്നം BJPയുടെ സംഘടനാ ധാർമ്മികതക്കകത്ത് വെച്ചല്ല ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത്. ഇന്ത്യ പോലുള്ളൊരു വലിയ രാജ്യത്ത് ഭരണം നടത്തുകയാണ് BJP. ഈ 3-3.5 വർഷക്കാലത്തിനിടയിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് BJP ഉണ്ടാക്കിയത് എന്താണ്? അഴിമതിയൊന്നുമില്ലാത്ത UP എന്ന് വ്യത്യസ്തമായൊരു ഭരണമാണെന്നാണ്. പക്ഷേ വ്യാപം തൊട്ട് മധ്യപ്രദേശിലെ രമൺ സിംഗിൻ്റെ അരി കുംഭകോണം, ഗുജറാത്തിലെ നിരവധി കുംഭകോണങ്ങൾ, ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തങ്ങൾ അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ BJP നേതാക്കൾക്ക് സാധ്യമായ ചില മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി വാങ്ങിച്ചു കൊടുക്കരുത്, ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെ സാധ്യമായ നിലയിലെ അഴിമതി ചെയ്യാൻ കഴിയൂ. ഇവിടെ നോക്കൂ ശ്രീ കെ.ടി. കുഞ്ഞിക്കണ്ണൻ, ഇവിടെ നമുക്കൊരു കേന്ദ്രമന്ത്രിയെ തന്നിട്ടില്ല, കാരണം അതൊരു ശിക്ഷയാണ്. കേരളത്തിൽ നിങ്ങൾ BJPയെ ജയിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ല എന്നുള്ള കൃത്യമായ സന്ദേശം UPയിൽ മുസ്ലിങ്ങൾക്ക് കൊടുത്തതുപോലെ ഒരു സന്ദേശം. ആ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം. നമുക്ക് മന്ത്രിയില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇവിടെ നോക്കൂ, നേരത്തെ ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ്റെ തന്നെ ലേഖനത്തിൽ പറയുന്നത് ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും അഴിമതി നടത്തിയ ആൾക്കാരാണ് കോൺഗ്രസും UPA സർക്കാരും. അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ശ്രീ കെ.ടി. കുഞ്ഞിക്കണ്ണൻ്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയാം, ഒരു പ്രതീതി സൃഷ്ടിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ല സ്ഥിതി എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളത്തിൽ നമ്മൾ കാണുന്നത് BJPയിലെ ആ തമ്മിലടിയാണ്. ഇവരുടെ തമ്മിലടിയിൽ നിന്ന് മാത്രമേ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് അതിശയകരമായ കാര്യം. അവിടെയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. ഒന്ന്, ഇന്ത്യയിൽ ഇന്ന് പ്രതിപക്ഷമുണ്ടോ എന്നുള്ള ചോദ്യം. രണ്ട്,
ഈ മാധ്യമങ്ങളെല്ലാം തന്നെയും ബി ജെ പിയിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയില്ലേ? അതിനപ്പുറത്തേക്ക് ബി ജെ പിയെ വിമർശിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു മാധ്യമവും, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾ, ഹിന്ദി ഭാഷയിലെ മാധ്യമങ്ങൾ, ഇങ്ങനെയുള്ള വിശാലമായ ചോദ്യങ്ങൾ ഉയർത്തുന്നില്ലേ? യഥാർത്ഥത്തിലുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരുന്നില്ല. അല്ല, യഥാർത്ഥത്തിലുണ്ട്. അത് പുറത്തേക്ക് വളരെ പരിമിതികളോടുകൂടിയാണെങ്കിലും പുറത്തു കൊണ്ടുവരാനുള്ള നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഡോക്ടർ ആനന്ദ് റായ് ഇപ്പോൾ വ്യാപം കുംഭകോണത്തിനെതിരായിട്ട് ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളാണ് ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തത്. അതേപോലെ തന്നെ പ്രമോദ് മഹാജൻ, ഈ ബി ജെ പിയുടെ കുംഭകോണത്തിൻ്റെ ഒരു പ്രതീകം പോലെ വന്ന ആളാണല്ലോ പ്രമോദ് മഹാജൻ. ഈ എൻറോൺ ഉൾപ്പെടെയുള്ള ഈ മുക്തപ്പന്നയിലെയും മുക്തപ്പന്ന എണ്ണപ്പാടം ഉൾപ്പെടെ ചന്ദ്രപ്പൂരിലെ ഇരുമ്പയിര് നിക്ഷേപം ഉൾപ്പെടെ ഇതെല്ലാം തന്നെ ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾക്ക് വിറ്റ് തുലച്ചൊരു നയം. നമ്മുടെ രാജ്യത്ത് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനേക്കാൾ അതിവേഗത്തിൽ അത് അഴിമതി നടത്തുകയാണ്. 13 ദിവസത്തെ ഭരണത്തിനിടയിലാണ് വലിയ കുംഭകോണം നടത്തിയത്. അപ്പോൾ ബി ജെ പി ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. ഈ അമിത്ഷാ തന്നെ കേരളത്തിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അമിത്ഷായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണല്ലോ മിസ്റ്റർ ഗൗതം അദാനി. ഈ ഗൗതം അദാനിയുമായി താങ്കൾക്ക് ഒരുപാട് അഴിമതി കഥകൾ അറിയാമായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ജനങ്ങളെ സ്വാധീനിക്കുന്ന വിധത്തിൽ ആ നിലയിലുള്ള ഒരു പ്രചരണം നടത്താൻ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. മാധ്യമങ്ങളിൽ അവ വരുന്നില്ല. മാധ്യമങ്ങളെല്ലാം തന്നെയും കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുകയോ കേന്ദ്ര സർക്കാരിൻ്റെ സ്വാധീനത്തിൽ നിൽക്കുകയോ ചെയ്യുന്നു. ഇത് ഒരു സത്യമല്ലേ? അതുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ചക്കളത്തി പോരാട്ടത്തിൽ പെടുന്ന വാർത്തകൾക്ക് മാത്രം പ്രാധാന്യം ലഭിക്കുകയും ഈ പറയുന്ന അഴിമതി, ഈ കർഷക സമരം, അങ്ങനെ ദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വരുന്ന OBC സമരം, ഇപ്പോൾ ബീഫിൻ്റെ പേരിലുള്ള അതിക്രമം, ഇതൊന്നും തന്നെയും യഥാർത്ഥത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള പ്രചരണങ്ങളാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു കൃത്യമായ വിശകലനമോ വിമർശനമോ അല്ലേ? തീർച്ചയായിട്ടും അത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യങ്ങളുണ്ട്. അതേസമയത്ത് നമ്മൾ കാണേണ്ടത് ഏതൊരു സമൂഹത്തിനകത്തും ഭരണാധികാരത്തിലിരിക്കുന്ന ആളുകൾക്കിടയിലെ വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് അതിൻ്റെ അവിശുദ്ധ ബാന്ധവങ്ങളും അധാർമികതയും അഴിമതിയൊക്കെ പുറത്തു കൊണ്ടുവരിക. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ബി ജെ പി നേതാക്കൾ തങ്ങൾക്ക് പരിമിതമായ രീതിയിൽ സാധ്യമെന്ന ഡൽഹിയിൽ ഒരു PRO കുമ്മനം രാജശേഖരന്, ആരാണ് ഈ സതീഷ് നായർ? ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് തന്നെ എന്തോ നടപടി നേരിട്ട ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പണി എന്താണ്? അവിടെ നിന്നുകൊണ്ട് ഈ ലോബിയിങ് ആണ്. ഇത്തരത്തിലുള്ള വകുപ്പുകളിലും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പോലുള്ള സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ സ്വാധീനം ചെലുത്തി കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക. ആ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നതിന് ഏത് വഴിയാണ്? അവാല വഴിയാണ്. കള്ളപ്പണത്തെക്കുറിച്ചും ഈ സാമ്പത്തിക കുറ്റാന്വേഷണങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വലിയ ഗീർവാണം നടത്തിയിരിക്കുന്ന BJP നേതാക്കളാണ് ഇവിടെ. ശ്രീധരൻപിള്ളയ്ക്ക് മറുപടി പറയാനും കഴിഞ്ഞിട്ടില്ല. ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, ഇന്ന് പത്രങ്ങളിൽ വരുന്ന വാർത്ത, ഈ സതീഷ് നായർ ഒരു സമുദായ നേതാവിൻ്റെ സഹോദരനാണ്. ഈ സമുദായ നേതാവ് പറഞ്ഞതിനനുസരിച്ചാണ് ഇയാളെ ഡൽഹിയിലെ PRO ആക്കി കുമ്മനം രാജശേഖരൻ വെച്ചത്. അതിവിടെ ആർക്കും അറിയില്ല എന്നാണ് പറയുന്നത്. എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. ഇയാളാണ് പോലും ഇവിടുന്ന് പ്രകാശാനന്ദ സ്വാമിയെ ഡൽഹിയിലേക്ക് എത്തിച്ചത്. പ്രകാശാനന്ദ സ്വാമിയെ ബിജു രമേശ് എന്ന മദ്യവ്യവസായി വർക്കലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഡൽഹിയിലേക്ക് പറത്തിയത്. ഡൽഹിയിൽ നിന്ന് പ്രകാശാനന്ദ കൊടുത്ത നിവേദനത്തിൽ നോക്കുമ്പോൾ ബിജു രമേശിനെ മന്ത്രിയാക്കണം എന്നുണ്ട് പോലും നരേന്ദ്രമോദിക്ക് കൊടുത്ത നിവേദനത്തിൽ. അതെങ്ങനെ പ്രകാശാനന്ദ പറയാത്ത കാര്യം നിവേദനത്തിലുണ്ടായി എന്ന് IB അന്ന് തന്നെ പരിശോധിച്ചു എന്നാണ് പറയുന്നത്. അവിടെയാണ് ഇയാൾ വഴിയാണ് അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയെന്ന് പറയുന്നു. നരേന്ദ്രമോദിയുടെ അപ്പോയിൻമെൻറ്റ് വാങ്ങിയെടുക്കാൻ കഴിയുന്നയാളാണ് കുമ്മനം രാജശേഖരൻ എന്ന സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ PRO ആയ സതീഷ് നായർ. സതീഷ് നായർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കിയെടുക്കാൻ കഴിയുമെന്ന് നേരത്തെ തന്നെ ഒരു അനുഭവത്തിലൂടെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. BJP പാഠം പഠിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും അയാളെ തുടരാൻ അനുവദിച്ചു. അയാൾ മെഡിക്കൽ കൗൺസിലിൽ മെഡിക്കൽ കോളേജ് വിൽപ്പന തുടങ്ങി. അപ്പോൾ ഇതൊന്നും ഒരു കാര്യമല്ല. ഇപ്പോൾ അറിഞ്ഞു, അവിടെ നിന്ന് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തു എന്നല്ല, ഇത് നിരന്തരമായി നടക്കുന്ന കാര്യമാണെന്നറിയാം. നിങ്ങളുടെയൊക്കെ അറിവ്, അതായത് BJP നേതാക്കളുടെയും BJP എന്ന പ്രസ്ഥാനത്തിൻ്റെയും അറിവോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. നികേഷ്, BJPക്ക് ഡൽഹിയിൽ ഈ നിങ്ങൾ പറഞ്ഞ പേരുകാരൻ അങ്ങനെ ഒരു PRO ഇല്ല. കുമ്മനം രാജശേഖരന് അങ്ങനെ ഒരു PRO ഇല്ല. ഈ നിങ്ങൾ പറഞ്ഞ പേരുകാരൻ സതീഷ് നായർ എന്ന് പറയുന്ന കക്ഷി ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി കുമ്മനം രാജശേഖരൻ വന്നതിന് ശേഷം ഡൽഹിയിൽ പാർപ്പുറപ്പിച്ച ആളല്ല. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പോലും അദ്ദേഹം ദല്ലാൾ പണി നടത്തുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ തൊഴിൽ. പക്ഷേ BJP വന്നതിന് ശേഷം ഇദ്ദേഹം വഴി എന്തെങ്കിലും ഒരു ആനുകൂല്യം കൈക്കൂലി കൊടുത്ത്
ആർക്കെങ്കിലും നൽകിയെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ അതെ, ഉണ്ട്. കേരളത്തിൽ അഴിമതി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതേ ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പാലക്കാട്ടെ ചെർപ്പുളശ്ശേരി മെഡിക്കൽ കോളേജിൽ പാലക്കാട് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടാണ് നമ്മൾ മുഖവിലക്കെടുക്കുന്നതെങ്കിൽ ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് പാലക്കാട്ടെ ചെർപ്പുളശ്ശേരി മെഡിക്കൽ കോളേജിന് MT രമേശ് വഴി 5 കോടി രൂപ കൊടുക്കുകയും അങ്ങനെ ചെർപ്പുളശ്ശേരി മെഡിക്കൽ കോളേജിന് MCA അംഗീകാരം കിട്ടുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ ശ്രീശൻ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് ആ റിപ്പോർട്ട് അതിൻ്റെ പൂർണ്ണ വിവരം എനിക്കറിയില്ല. അത് MD രമേശ് അങ്ങനെ 5 കോടി രൂപ വാങ്ങി കാര്യം സാധിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശുദ്ധ അസംബന്ധമാണ്. ഏത് റിപ്പോർട്ട് എഴുതി വെച്ചാലും അത് വിശ്വസിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ സതീഷ് നായർ പിന്നെ പണം വാങ്ങി എന്തെങ്കിലും ഒരു കാര്യം, ഒരു മുട്ടുസൂചി എങ്കിലും കേന്ദ്ര സർക്കാരിൽ നിന്നും അവിഹിതമായി വാങ്ങിച്ചു അല്ലെങ്കിൽ നേടിയെടുത്തു എന്ന് പറയാൻ പറ്റുമോ? ഇദ്ദേഹം ദല്ലാളായിട്ട് വർഷങ്ങളായി ഡൽഹിയിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് BJPയുടെ പ്രാഥമിക അംഗത്വം പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം മൻമോഹൻ സിംഗുമായിട്ട് പിന്നെ നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്, മറ്റ് നേതാക്കന്മാരുമായിട്ട് നിൽക്കുന്ന ചിത്രമുണ്ട്. അതേസമയത്ത് BJP ഇപ്പം പ്രകാശാനന്ദയുടെ കാര്യം പറഞ്ഞു. പ്രകാശാനന്ദ സ്വാമിക്ക് പ്രധാനമന്ത്രിയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു അവസരം കൊടുത്തു. സതീഷ് നായർ കൊടുത്ത അപേക്ഷ സ്വീകരിച്ചോ? അദ്ദേഹത്തിന് ബിജു രമേശിന് മന്ത്രിസ്ഥാനം കൊടുത്തോ? എന്താ പ്രധാനമന്ത്രി ചെയ്തത്? ആരാണിത്? സതീഷ് നായർ ആര്? ബിജു രമേശ് ആര്? അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവ് കൊടുത്തിട്ടുള്ളത്. ബിജു രമേശ് ഇതുവരെ മന്ത്രിയായിട്ടില്ലല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഭരണവും നേതൃത്വവുമല്ല നമ്മുടെ രാജ്യത്ത് ഇന്നുള്ളത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെയാണ് ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ? പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി ബിജു രമേശിനെ മന്ത്രിയാക്കണമെന്ന് ഏത് മതനേതാവ് പറഞ്ഞാലും അത് കേൾക്കാൻ കഴിയില്ലല്ലോ പ്രധാനമന്ത്രിക്ക്. ഒരുവിധം പറ്റുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ചെയ്തു കൊടുത്തേനെ എന്ന് വിചാരിച്ചാൽ പോലും അത് കഴിയില്ലല്ലോ. പക്ഷേ എൻ്റെ വിഷയം അവിടെയല്ല. ഇങ്ങനെ ഒരാളാണ് സതീഷ് നായർ എന്ന് BJP നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അയാളെ ടാക്കിൾ ചെയ്യാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, സഹകരണ സെല്ലിന്റെ അധ്യക്ഷനായിട്ടുള്ള കൺവീനറായിട്ടുള്ള RS വിനോദ് ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് മറ്റൊരാളെ കൂടെ കെണിയിൽപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾക്കിപ്പോൾ പരാതിക്കാരനുള്ളത് കൊണ്ട് ഈ ഒരു കാര്യം മാത്രമേ അറിയൂ. പക്ഷേ കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ ഇങ്ങനെ കൂണുപോലെ പൊങ്ങി വരുന്നുണ്ട്. ഈ എത്ര കൂണുകൾ യഥാർത്ഥത്തിൽ MCAക്ക് കൈക്കൂലി കൊടുക്കാൻ ഈ പറയുന്ന RS വിനോദിനെയും സതീഷ് നായരെയും സമീപിച്ചിട്ടുണ്ടെന്ന് ഇനി വരും ദിവസങ്ങളിലേ അറിയാൻ കഴിയൂ. ഒരിടത്ത് നിങ്ങൾക്കറിയാമായിരുന്നു ഇയാൾ കള്ളനാണ് എന്ന്, ഇയാൾ അവിടുത്തെ ഒരു ഫിക്സറാണ് എന്ന്. പക്ഷേ അവിടെ പഠിച്ചില്ല എന്ന് പറയുന്നത് അതിൽ ഈ പറയുന്ന ആളുകൾക്കെല്ലാം, പഠിക്കേണ്ട ആളുകൾക്കെല്ലാം പങ്കുള്ളത് കൊണ്ടായിരിക്കില്ലേ? KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾ നേരത്തെ വിട്ടുകളഞ്ഞൊരു വിഷയത്തിലേക്ക്, ഒരു ശക്തമായിട്ടുള്ളൊരു ആരോപണമാണിത്. CPM-ന് മാധ്യമങ്ങളിൽ ഫ്രാക്ഷൻ ഉണ്ട്. അവിടെയാണ് തലക്കെട്ടുകൾ, ഈ ഫ്രാക്ഷനാണ് തലക്കെട്ടുകൾ തീരുമാനിക്കുന്നത്. ചില വാർത്തകൾ RSSന് ബന്ധമില്ലാത്ത ചില വാർത്തകൾ RSSൻ്റെ പേരുകൾ വലിച്ചെടുക്കുന്നു. അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം ശ്രീധരൻപിള്ള തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. കാരണം ശ്രീധരൻപിള്ളയുടെ പാർട്ടി ഈ രാജ്യത്ത് മീഡിയകളിൽ അവരുടേതായ പബ്ലിക് റിലേഷൻസ് ആളുകളെ നിയമിച്ച് അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ, ഭാവന വിദ്യാറോറ അത് വളരെ വിശദാംശങ്ങളോട് തന്നെ എക്കണോമിക്സ് ടൈംസ് എഴുതിയിട്ടുള്ളതാണ്, ആയിരക്കണക്കിന് കോടികൾ ചെലവഴിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിബിംബം സൃഷ്ടിക്കാനും തങ്ങളുടെ എതിരാളികളെ അപകീർത്തിപ്പെടുത്താനുള്ള വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു പണി ശ്രീധരൻപിള്ളയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട അവർ തന്നെ നിയോഗിച്ചിരിക്കുന്ന വാഷിംഗ്ടൺ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആപ്കോ വേൾഡ് വൈഡ് പോലുള്ള പബ്ലിക് റിലേഷൻസ് കമ്പനികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. CPM-നെതിരായിട്ടാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ഏത് ഫ്രാക്ഷനാണുള്ളത് എന്നത് ശ്രീധരൻപിള്ളയ്ക്ക് എന്തെങ്കിലും പറയണം. അദ്ദേഹം എന്താണ് ഇപ്പോൾ ആകെ അസ്വസ്ഥനാണ്, അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ വാദശേഷിയൊന്നും കൊണ്ട് ഇപ്പോഴത്തെ BJPയെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വെറുതെ എന്തെങ്കിലുമൊക്കെ അടിച്ചു വീശുക എന്നുള്ള രീതിയിൽ പറയുക മാത്രമാണ്. ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ, എങ്ങനെയാണ് PS ശ്രീധരൻപിള്ള അങ്ങനെ ഒരു വിഷയം പറയാനിടയായത്? നേരത്തെ പിണറായി വിജയന് മാധ്യമങ്ങളിൽ തനിക്കെതിരെ വരുന്ന വാർത്തകൾ സംബന്ധിച്ച് ഒരു പ്രയോഗമുണ്ടായിരുന്നു. ഇപ്പോൾ അത് നേരെ തിരിഞ്ഞിരിക്കുന്നു. CPM-ൻ്റെ ഫ്രാക്ഷനാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിൽ ഉള്ളത് എന്ന നിലയിലേക്ക്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ശ്രീ PS ശ്രീധരൻപിള്ള അങ്ങനെ പറഞ്ഞത്? ശ്രീധരൻപിള്ള എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഞാനത് കേട്ടതുമില്ല. പക്ഷേ അതൊരു വസ്തുതയല്ലേ, അത് നികേഷിനും കൂടി അറിയുന്നതല്ലേ. RSSനെ കുറിച്ചിട്ട് ഇതിപ്പോൾ പറയുക, CPM ജനറൽ സെക്രട്ടറിയുടെ മുമ്പിൽ പോയി മുദ്രാവാക്യം വിളിച്ചു, അത് RSS ആണ് എന്ന രീതിയിൽ തന്നെ വാർത്ത കൊടുക്കണം എന്ന് വാട്സപ്പിൽ കൂടി
അറിയിച്ചതൊക്കെ നമ്മൾ അടുത്ത കാലത്തല്ലേ, അധികം എന്തുകൊണ്ടത് RSS ആയിക്കൂടാ? ദേശാഭിമാനി ലേഖനമല്ല. എന്തുകൊണ്ടത് RSS ആയിക്കൂടാ? നോക്കൂ, ഈ ഒരു ഹിന്ദു ഫ്രിഞ്ച് ഗ്രൂപ്പുകളെല്ലാം തന്നെയും RSSന്റെ നിയന്ത്രണത്തിലാണ് എന്ന് അറിയാത്തവരാരുണ്ട് ഈ രാജ്യത്ത്? നികേഷ് സത്യം മറച്ചു വെക്കാൻ പറ്റില്ല. പ്രതികളെ എന്നേരം തന്നെ പിടിച്ചല്ലോ. അതെ, അപ്പോൾ തന്നെ പിടിച്ചു. അവർ പറഞ്ഞതാണ് RSSകാരാണ് ഞങ്ങളെന്ന്. എന്നിട്ടും പിന്നെ RSS എന്ന് പറയുന്നത് RSSകാരാണ് ഈ ഫ്രിഞ്ച് ഗ്രൂപ്പുകളെ എല്ലാം നിയന്ത്രിക്കുന്നത് എന്നും അവർ പറയുന്നു RSSകാരാണ് ഞങ്ങൾ എന്നും. വരുമ്പോ മാധ്യമങ്ങൾ മറ്റെന്ത് വാർത്തയാണ് കൊടുക്കേണ്ടത്? എന്തുകൊണ്ടത് PS ശ്രീധരൻപിള്ളയുടെ വാദം ഇതാണ്. എന്തുകൊണ്ടത് കേരളത്തിൽ മാത്രം RSS ആയി, ബാക്കിയുള്ള ഇടങ്ങളിൽ എന്തുകൊണ്ടത് RSS ആയി വന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലാണ് CPM ഏറ്റവും ശക്തമായി ഉള്ളത്. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ അത് വലുതായി വരും. അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കും. ഞാൻ റിപ്പോർട്ടർ ചാനൽ അടക്കം അന്ന് കണ്ടതാണ്. ദേശീയ മാധ്യമങ്ങളെ എല്ലാ റിപ്പോർട്ടുകളും ഞാൻ ശ്രദ്ധിച്ചതാണ്. അതിൽ ഒരു സ്ഥലത്തും RSSകാരാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. ഞങ്ങൾക്ക് RSSുമായി ഒരു ബന്ധമില്ല എന്നാണ് അവർ തുറന്ന് പ്രസ്താവിച്ചത്. അവരുടെ പശ്ചാത്തലം പരിശോധിച്ചു, കേസെടുത്തു, അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും RSS എന്നേ പറയാൻ പാടുള്ളൂ എന്ന് മെസ്സേജ് കൊടുത്ത ആരാണ്? കുഞ്ഞുകണ്ണൻ, താങ്കൾ അതിനൊന്ന് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക് ഈ ചർച്ച. തലയിൽ കെട്ടിവെക്കാൻ നോക്കാം. അല്ല, കെ കുഞ്ഞിക്കണ്ണനെ അറിയാത്തതല്ല, അദ്ദേഹം വെറുതെ അജ്ഞത നടിക്കുകയാണ്. ഈ ഹിന്ദുസേന എന്ന് പറയുന്നത് RSSും BJP സ്പോൺസർ ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ ഒരു പേഴ്സണൽ കോറിലുള്ള ആളുകളാണ്. ഈ hinduസേനയുടെ CPMന്റെ കയറി ചെന്ന് അദ്ദേഹം നേരത്തെ ഗോവ ദേശീയ കൗൺസിലിലെ നരേന്ദ്രമോദിയെ സ്ഥാനാർത്ഥിയായി, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ഗോവ കൗൺസിലിലെ അതൃപ്തി പ്രകടിപ്പിച്ച, പ്രതിഷേധം പ്രകടിപ്പിച്ച, അദ്വാനിക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ ഒരു സംഘടനയാണ് ഹിന്ദുസേന എന്ന കാര്യം കെ കുഞ്ഞിക്കണ്ണൻ അറിയില്ലെങ്കിൽ BJPയിൽ മറ്റാർക്കും അറിയാൻ കഴിയുക? വളരെ നന്ദി KT കുഞ്ഞിക്കണ്ണൻ, കെ കുഞ്ഞിക്കണ്ണൻ, PS ശ്രീധരൻപിള്ള, അഡ്വക്കേറ്റ് ജയശങ്കർ ന്യൂസ് നൈറ്റിൽ പങ്കെടുത്തതിന്. ന്യൂസ് നൈറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.